സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ബി സേഫ്, ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ജാഗ്രത, മദ്യപിച്ച് വാഹനമോടിക്കരുത്. കൈമുദ്രയോ നേർവഴിക്കാട്ട് സത്യത്തിനോ ആൺമകനോ നീ. കൈമുദ്രയോ നേർവഴിക്കാട്ട് സത്യത്തിനോ ആൺമകനോ നീ. കൈമുദ്ര പോലെ നേർവഴിക്കാട്ട് സത്യത്തിനോ ആൺമകനോ നീ. വീരനോ ഇവനോ അതിരുകൾ മറഞ്ഞോ. വേദം പുതുമകളാലെ യുഗങ്ങൾ മാറിടുമോ. ഈ യുഗങ്ങൾ മാറിടുമോ. ഈ കൈമുദ്ര പോലെ വഴികാട്ട് അസത്യത്തിനോ ആൺമകനെ നീ. കൈമുദ്രയോ നേർവഴിക്കാട്ട് സത്യത്തിനോ ആൺമകനോ നീ. കൈമുദ്രയോ നേർവഴിക്കാട്ട് സത്യത്തിനോ ആൺമകനോ നീ. എന്താണ് നീ കാണിക്കുന്നത്? നീ അങ്ങോട്ട് മാറി നിൽക്ക്. നീ അവിടെ പോയി നിൽക്ക്. നീ ഇങ്ങോട്ട് നിൽക്ക്. 31 seconds. Stop the bitching over and the creator of the monster. Billy bomb. വേലിച്ചാമി ബോളിതാ. മോനെ, എനിക്കൊരു ഓവർ തടാ ബോൾ ചെയ്യാൻ. എന്താ നിങ്ങൾ കളിക്കുവാണോ? കളിക്കാൻ തന്നെയാ പറയുന്നത്. അയ്യേ കളിക്കണമെന്ന്. ഇത് ക്രിക്കറ്റാ, കുട്ടിയും കോലും അല്ല. മുത്തശ്ശേ, നിങ്ങളുടെ വയസ്സ് എത്രയാണെന്നറിയോ? നിങ്ങളെ കൊണ്ട് ബാറ്റ് എടുക്കാൻ പറ്റുമോ? എടാ, നിനക്ക് ഗവാസ്കറിനെയും ശ്രീകാന്തിനെയും ഒക്കെ അറിയോ? അവരുടെ ഓട്ടോഗ്രാഫ് വാങ്ങിയോനാ ഞാൻ. അയ്യോ, കള്ളം പറയുന്നു നോക്കി. ഞാൻ ആ ബാറ്റും ബോളൊക്കെ മേടിച്ചെന്നെ. എന്നെ കളിക്കാൻ കൂട്ടിയില്ലെങ്കിൽ ഞാൻ ബോൾ തരത്തില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ കളിച്ചിട്ട് പൊക്കോട്ടെ. ഒറ്റൊരു ബോൾ തരാം, ഓക്കെ ആണോ? ആ മതി. ഒരേ ഒരു ബോളില് 6 അടിക്കും ഞാൻ. കള്ളം പറയുന്നു നോക്കി. വെളിച്ചമ്മി റെഡിയാണോ? എന്താടാ നിന്നെക്കാളും മൂത്താളെ പേരെടുത്ത് വിളിക്കുന്നേ? അമ്മ, അദ്ദേഹം എന്റെ ഫ്രണ്ടാണ്, ഞാൻ അങ്ങനെ വിളിക്കും. പറഞ്ഞ കേക്ക് ഈ ചെക്കൻ. I'm the reader they can win and make up feeling like a monster. Yeah. Beat the wing, beat the wing, beat the wing. I'm Billy bomb. I'm Billy bomb. അമ്മ, ഞാനൊന്നും ചെയ്തില്ല, വേലിച്ചാമിയെ ചെയ്തത്. ഓടടാ. വയസ്സം കാലത്ത് കൊച്ചു പിള്ളേരുടെ കൂടെ ചേർന്ന് തോന്നിയസം കാണിക്കുന്നു. അല്ലല്ല, നിങ്ങൾക്ക് കളിക്കാൻ ഇനി ഈ ബാറ്റ് വേണോ അല്ലേ? ഞാൻ കാണിക്കുന്നത് എന്താന്ന് വെച്ചാ നോക്കിക്കോ. അയ്യോ, ബാറ്റ് പോയി. എന്നത്തിന് നീ തൊഴുതോണ്ട് നിൽക്കുന്നേ? കൈ കാണിക്ക. ഇനി നന്നായി കളിക്ക. ഒരു കളി.
ചന്ദന കള്ളക്കടത്തുകാരൻ കാടൻ രവി പോലീസിന്റെ പിടിയിൽ. കേരള കർണാടക വനങ്ങളിലായി പല വർഷങ്ങളായി ചന്ദന കള്ളക്കടത്ത് നടത്തിയിരുന്ന കാടൻ രവി എന്ന രവിയെ പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. 2 സംസ്ഥാനങ്ങളിലും പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായിരുന്നു. കുപ്രസിദ്ധ ഡ്രൈവർ, എക്സാമിന് ടൈമായി, കുറച്ച് പെട്ടെന്ന് പോ, പെട്ടെന്ന് പോവാൻ. പോലീസിന്റെ കണ്ടുപിടിച്ച് ഗൗതം, പല എക്സാമിന് നാളുകളായി പഠിച്ചോ നീ? പലയിടങ്ങളിലായി നല്ല ഒളിവിൽ സൂപ്പറായിട്ട് പഠിച്ചു. കഴിയുകയായിരുന്നു. പിടിയിലായ രവിയെ ജില്ലാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശേഷം വിശദമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇയാളുടെ പേരിലുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണം തെളിയിക്കാനാകൂ. സിംഹരാശിക്ക് ഇത് നല്ല കാലം. വായടച്ചിരുന്നാ കൂടുതൽ നല്ലത്. കണ്ടാണ് ആ മേഖലയിൽ എന്റെ അമ്മ. ആരാ നിങ്ങൾക്ക്? ഞാൻ പറയുന്നവരെ വണ്ടി നിർത്തിയാലുണ്ടല്ലോ ഒന്നുകളയും ഞാൻ. ഓട്ടാ ആരെങ്കിലും ഉച്ചണ്ടാക്കിയ എല്ലാത്തിനും കൊന്നുകളയും. ജയിലറിന് ഫോൺ ചെയ്യടാ. എടോ, ജയിലറാണോ? അതെ. നിങ്ങൾ കഴിഞ്ഞ ദിവസം പിടിച്ച അകത്തിട്ട ബേബിയുടെ മകൻ കാടൻ രവിയെ 1 മണിക്കൂറിനുള്ളിൽ പുറത്തിറക്കിയിരിക്കണം. ഇല്ലെങ്കിലേ സിറ്റിയിലൊരു ബസ് ഞങ്ങൾ കത്തിക്കും. നീ ആരാ? മര്യാദയ്ക്ക് നിങ്ങൾ പറയുന്നത് കേട്ടോ. ബസ്സിൽ 20 കുട്ടികളും 30 ആളുകളുണ്ട്. അവരൊക്കെ അവിടെ കത്തിത്തീരും. കാടൻ രവിയെ പുറത്തു വിടുന്നോ അതാ ഞങ്ങൾ ബസ് കത്തിക്കണോ? ഡ്രൈവറെ, പറയുന്നവരെ വണ്ടി അവിടെ നിർത്തരുത്, നേരെ പോടോ. വേഗം പോടോ. ഡ്രൈവർ, സ്കൂളിലെത്തി, വണ്ടി നിർത്താന്ന്. സാർ, കൗൺസിലർ സാർ, ജില്ലാ ജയിലിൽ നിന്ന് മുരളീധരനാ സാറേ സംസാരിക്കുന്നത്. ബസ് നിർത്താൻ പറ, എക്സാമിന് സമയമായി. എക്സാമാ? ഞാൻ നന്നായി എക്സാം എഴുതും. വാ, നമുക്ക് ഒരുമിച്ച് എഴുതിയാലോ? ഞാൻ എഴുതിയാലുണ്ടല്ലോ നീ ഈസിയായി പാസ്സാവും. വാ. അനിയ, ഇത് മോശമല്ല ചെയ്യുന്നേ. താൻ ആരാടോ? ആരാന്ന് ചോദിച്ചേ? ഇവളുടെ അച്ഛനാ? മനസ്സ് കൊണ്ട് കളി. ഇനി വേഗം അതിവേഗം ബഹുദൂരം നായപ്രായ് നിനക്ക് രക്തദാഹമോ വീരന്മാർക്ക് ശക്തി നേടുമോ ഒന്ന് തെറ്റിയാൽ ഭസ്മമാകുമോ വരില്ലേ കുത്തും ഞാൻ. ഹലോ, ഇതെപ്പോഴാണ് സംഭവിച്ചേ? ഇയാളാള് കൊള്ളാലോ. ടുഡേ മോർണിംഗ് സർ. ഐ സീ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. സാർ, വാട്സാപ്പിൽ ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അയച്ചായിരുന്നു, കണ്ടായിരുന്നോ? അത് തന്നെ ഞങ്ങൾ കണ്ടോണ്ടിരുന്നത്. സംഗതി കൊള്ളാം. ഉടനെ ഫ്ലാഷ് ന്യൂസിലിട്ടോ. ഹായ്, പ്രധാന വാർത്തകൾ. ഇന്ന് രാവിലെ കുട്ടികൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൈവറ്റ് ബസ്സിൽ ചില റൗഡികൾ കയറി കാടൻ രവിയെ പുറത്തു വിടണമെന്നും പറഞ്ഞ് ബസ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. അതേ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന 70 വയസ്സുള്ള ഒരു മനുഷ്യൻ വളരെ ധൈര്യത്തോടെയാണ് ആ റൗഡികളെ അടിച്ചോളാണ്. അവർക്ക് അങ്ങനെ തന്നെ വേണം. ബേബി അനക്കോണ്ട അൻകോ സൂപ്പർ ആയിട്ടുണ്ടാ. കുട്ടികൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൈവറ്റ് ബസ്സിൽ ഏതറാ കിളവൻ? നമ്മുടെ പ്ലാനൊക്കെ പൊളിച്ചല്ലോ. ഡാഡി പറഞ്ഞാ മതി, ആ കിളവനെ കുത്തിക്കൊന്ന് പരലോകത്തേക്ക് അയക്കാം. വേണ്ട, അയാൾ ആരാ എവിടാന്ന് കണ്ടുപിടിച്ച് പൊക്ക്. അദ്ദേഹത്തിന്റെ പേര് വേലുച്ചാമിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇന്ന് ഇദ്ദേഹമാണ് ചെന്നൈയിൽ ടോക്ക് ഓഫ് ടൗൺ. തൃശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന ബസ്സിനകത്ത് വെച്ചുണ്ടായ ഗുണ്ട വിളയാട്ടത്തിനിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ഒരുപാട് യാദൃശ്ചികമായ ബസ്സിലെത്തിയ അതെ സാർ, എനിക്ക് 56 വയസ്സായി. 2 വർഷം കഴിയുമ്പോൾ റിട്ടയർഡ് ആകും. AC ആയിട്ട് തന്നെ എൻ്റെ സർവീസ് അവസാനിക്കുന്നു തോന്നുന്നു. സാർ എങ്ങനെയെങ്കിലും മനസ്സ് വെച്ച് എൻ്റെ പ്രൊമോഷൻ. ഇതിലും ഞാനെന്ത് ചെയ്യാനാ? നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് താനേ പ്രൊമോഷൻ പറ്റില്ലേ? അത് വിട്ടിട്ട് ഈ കള്ളന്മാരുടെയും പിടിച്ചോറിക്കാരുടെയും കൊള്ളക്കാരുടെയും കൂടെ നടന്ന എങ്ങനെ കിട്ടാനാ സാർ? അങ്ങനെയൊന്നുമില്ല സാറേ.
ഒന്നും അറിയാതെയാണ് ഞാൻ ഈ സീറ്റിൽ വന്നിരിക്കുന്നതെന്ന് കരുതിയോ? സാർ, നിങ്ങളൊക്കെയാണ് ഈ സർക്കാരിന് ചീത്തപ്പേരുണ്ടാക്കുന്നത്. സാറേ, ആ കിളവനെ കണ്ടോ? ബസ്സിലെ പാവപ്പെട്ട യാത്രക്കാരെയൊക്കെ പിടിച്ച് തല്ലുന്നേ. സാർ ഓർഡർ തന്ന ആളാരാ ഏതാന്നൊക്കെ കണ്ടുപിടിച്ച് അകത്തിടാം. അങ്ങനെയെങ്കിലും ആ പ്രമോഷൻ. ബോധമുണ്ടത് എനിക്ക്. ബസ്സിലുണ്ടായിരുന്നവരെ ഈ വയസ്സനാണ് രക്ഷിച്ചത്. ന്യൂസ് ഒന്നും കാണാറില്ല. എന്തിങ്ങനെ ബോധക്കേട് പറയണത്? പോ സാർ, പോയി വല്ല കള്ളന്മാരെയും പിടിക്കാൻ നോക്ക്. പോ. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ RJ ആനന്ദിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്കം പക്കം ഓൺ ഹലോ FM. ഇന്ന് രാവിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നടന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ സ്കൂൾ കുട്ടികൾ പോകുന്ന ബസ്സില് എന്താ നടന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ബസ് കടത്താൻ നോക്കുന്നു. അവരങ്ങനെ തന്നെ ചെയ്യണം. ഓ മോളെ, നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടായാൽ മതി, എല്ലാം നന്നായി നടക്കും. ബസ്സിൽ അത്ര ആളുണ്ടായിട്ട് ഒരാളല്ലേ പ്രതികരിച്ചോളൂ. അയാളുടെ ധൈര്യം സമ്മതിക്കണം. അതെ, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. ആ മനുഷ്യൻ കാരണം എന്റെ പിള്ളേർക്ക് പരീക്ഷ എഴുതാൻ പറ്റി. ദൈവം അനുഗ്രഹിക്കും അങ്ങേരെ. ഇറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. അയാളൊരു ധൈര്യശാലിയാണ്. ഹലോ, അയാൾ ഓൾഡ് മാൻ അല്ല, ഗോൾഡ് മാൻ. ഞങ്ങൾ ഹലോ എഫ്എമ്മിന്റെ ഭാഗത്ത് നിന്ന് ആ ഗോൾഡ് മാന് ആശംസകൾ. നൗ കമ്മിങ് അപ്പ് ഫോർ യു എ ലേറ്റസ്റ്റ് സോങ് മെലഡി. നമസ്കാരം സാറേ. നമസ്കാരം സാർ. സാർ, നിങ്ങളാ ബസ്സിലെ മിസ്റ്റർ വേലുച്ചാമിയല്ലേ? അതെ സാർ. ഒന്ന് പോ സാറേ. സാറ് കാരണം എൻ്റെ വീട്ടിൽ വഴക്കാം. ഞാൻ കാരണം? അതേന്നേ, ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ഭയങ്കര ഉടക്കായി. എന്ത് പ്രശ്നം സാർ? എനിക്ക് മനസ്സിലായില്ല. കണ്ടല്ലോ, എന്തൊരു നല്ല മനുഷ്യനാ. അയാൾ ചെയ്ത നല്ല കാര്യം കണ്ടോ? പേപ്പറിലും മാസികയിലും ഒക്കെ അയാളെ കുറിച്ചുള്ള ന്യൂസാ. നിങ്ങൾ ഇങ്ങനെ ഇരുന്നോ, വെളുക്കുമ്പോ പേപ്പറും വായിച്ച്. നീ എന്തായാലും അയാളുടെ ഇടി കണ്ടപ്പോ തന്നെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയ? ഞാൻ പറഞ്ഞല്ലോ, എന്നെ തെറ്റ്. എന്നെ ആക്ഷേപിക്കാണ് സാറേ. സാർ, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ. നിങ്ങൾ വലിയ മനുഷ്യനാണ് സാർ. എൻ്റെ ഭാര്യ നിങ്ങൾക്ക് ഫാൻ ക്ലബ്ബ് വരെ ഉണ്ടാക്കി സാർ. രാഘവ, സാറിനൊരു സ്പെഷ്യൽ ടീ ഓർഡർ. ചായ ഒന്നും വേണ്ട. അതെന്താ സാർ? എന്റെ പേപ്പറൊക്കെ വേണമായിരുന്നു, ഇപ്പൊ തരാൻ പറ്റില്ല എന്ന് പറയണേ സാർ. മധുരാജ്, ഇങ്ങ് വന്നേ. സാർ, ആരുടെ അടുത്ത് എങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് അറിയില്ലേ. ആരെ കണ്ടാലും പോയി ഇങ്ങനെ കൈ നീടണം. സാറിന്റെ കൈ ഞങ്ങൾ വെട്ടിക്കളയും. ഉടനെ സാറിന്റെ പേപ്പർ കൊടുപ്പോ. ഓ സാറിന്റെ കൂടെ ഒരു സെൽഫി എടുത്തോട്ടെ. വീട്ടിൽ ഇത് കാണിച്ചു കഴിഞ്ഞാൽ എന്നോടൊരു ബഹുമാനം കൂടും. പ്ലീസ് സാർ, ഒന്ന് തോളിൽ കൈ വെക്ക് സാർ. അച്ഛാ, എന്താ മോളെ വിളിച്ചേ? നിങ്ങളെ കണ്ടപ്പോ അങ്ങനെ വിളിക്കാൻ തോന്നിയത്. സാർ, നിങ്ങളല്ലേ വേലുച്ചാമി ആ ബസ്സിലെ എല്ലാരും അടിച്ചത്? ആ, വാട്സാപ്പ് വീഡിയോയിൽ കണ്ടില്ലേ അദ്ദേഹം? അതെ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ലവിനൊരു ലോജിക്കുമില്ല, ലവ് ഒരു മാജിക്കാണ്. ലവിനൊരു ലോജിക്കുമില്ല, നാളെ മാസം നോക്കുന്നില്ല. സ്നേഹം സത്യമാണല്ലോ, ഒരു പോലും കൊടുക്കും. നാടോ എത് തിരുന്നാൽ പോരാടി ഞാൻ ജയിക്കും. പ്രേമം ഒരു സത്യം, ദൈവം തന്ന സത്യം. ഒത്തു നിന്നാൽ നേടാം ലോകമെന്ന സത്യം. തടക്ക് 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 തുടക്ക് തുടക്ക് തടക്ക് 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 തുടക്ക് തുടക്ക് തടക്ക് തടക്ക്. സത്യമെന്ന പാട്ട് പാടി ചിന്തം ബന്ധം മറക്കും. നേരിൻ വഴിയിലോ സ്വപ്നം കണ്ട് നടക്കും. പ്രേമമെന്ന കണ്ണ് കണ്ടാൽ വാനം പാറി നടക്കും. പ്രേമത്തിന്റെ അമ്പ് കൊണ്ട് സ്വപ്നം പാടി നടക്കും. നീയും ഞാനും പിരിയില്ല. നിന്നെ കണ്ടത് മുതലേ അതിരില്ല. നിന്നെ കണ്ടാൽ പിന്നെ മനമാകെ സ്വർഗം പുൽക്കും നാളിൽ നീ വരുമോ? ഓ ഓ ഓ ലവിനൊരു ലോജിക്കുമില്ല, ലവ് ഒരു മാജിക്കാണ്. ലവിനൊരു ലോജിക്കുമില്ല, നാളെ മാസം നോക്കുന്നില്ല. സ്നേഹം സത്യമാണല്ലോ, ഒരു പോലും കൊടുക്കും. നാടോ എത് തിന്നാൽ പോരാടി ഞാൻ ജയിക്കും. അയ്യോ പീസ് പോയേ, അയ്യോ എന്റെ പീസ് പോയേ.
പിടിച്ചിട്ട് അടിക്കും കയ്യാൽ നിന്നെ ഓട്ടയ്ക്കും കബഡി കബഡി പോലെ നിന്നെ പിന്നെ ഓട്ടയ്ക്കും പ്രേമിക്കുന്ന നോക്ക് അത് ദൈവം തന്ന നേര് കൈ പിടിച്ച് നോക്ക് ഈ ലൈഫ് മൊത്തം ജോലി 1 2 3 ആകും കണക്ക് പാഠപുസ്തകം 1 1 1 ആകും കാതറിന്റെ പുസ്തകം വാടി പെണ്ണെ നോക്കാതെ മണ്ണിൻ സാരി പോലെ മയക്കാ പറയാതെ ഉയിരായി വരുമോ സഖിയേ നിന്റെ മിഴിയിലെ കനവാ വരുകില്ലേ എന്താടാ ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഈ ബസ്സിൽ കയറണ കണ്ടേട്ടാ. എന്ത് കണ്ടെന്നാടാ? കണ്ടെന്ന് വാടാ, എല്ലാ ബസ്സും നിർത്തിക്കടാ. എന്റെ കയ്യിലങ്ങാൻ കിട്ടിയ പോയവര് ആ പോയി പോയി. നിന്റെ അച്ഛന് മീശ വളർന്ന പോലെ ബുദ്ധി വളർന്നിട്ടില്ല. ചുമ്മാ വെരി ഗുഡ്. ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാ ചെയ്തേ. പിന്നെന്താ? ഓ, ഒളിച്ചോടി വന്നാണോ? നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിപ്പിച്ചിട്ട് ഞാൻ പോയി കോടതിയിലേക്കണോ? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി വിളിച്ചിട്ട് വാ. പോ സർ, പ്ലീസ് ദയവ് ചെയ്ത് പോടോ. ശരി, നിന്റെ വയസ്സ് എത്രയാ? 25 സർ. നിനക്കോ മോളെ? 21. ലവ് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. ലവ് ചെയ്ത പെണ്ണിനെ അടിച്ചോണ്ട് വന്നില്ലേ, അതിലും തെറ്റില്ല. പക്ഷേ നിങ്ങളുടെ പേരൻസിന് സന്തോഷം ഉണ്ടാവുന്ന പോലെ ജീവിക്കണം. അപ്പോഴാണ് ജീവിതം തന്നെ ജയിക്കത്തുള്ളൂ. ശരി, നിങ്ങൾ എവിടെയാ സ്റ്റേ ചെയ്യുന്നത്? ഞാൻ പനമ്പളങ്ങാറിലൊരു മാൻഷൻ ഉണ്ട്, അവിടെയാ. നീയോ മോളെ? ഞാൻ കലൂരിലൊരു ഹോസ്റ്റലാണ് അച്ഛാ. കല്യാണം കഴിഞ്ഞിട്ടും ഒറ്റയ്ക്ക് ജീവിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്. നാളെ എൻ്റെ വീട്ടിലേക്ക് വാ. ഉറപ്പായിട്ടും വരാം. രാജേന്ദ്ര സാർ, സാറിന് പ്രൊമോഷൻ ആയിട്ടുണ്ടെന്നാ പറയുന്നത്. എനിക്കോ? അതെ സാർ, കൺഗ്രാറ്റുലേഷൻ സാർ. താങ്ക് യു. സാർ, ഗുഡ് മോർണിംഗ് സാർ. ഇതിലൊന്നും ഒപ്പിട്. സാർ, എനിക്ക് പ്രൊമോഷനായി താഴെ പറഞ്ഞു കേട്ടല്ലോ. എവിടെ സാർ ഓർഡർ? അതല്ലേ നീ ഇപ്പൊ കീറിക്കളഞ്ഞ. എന്താ പ്രമോഷൻ കിട്ടിയിട്ട് നീ എന്ത് കാണിക്കാൻ പോവാ? വേറെ ഏതെങ്കിലും ഓഫീസറിനെ വണ്ടി ഓടിക്കാനല്ലേ? മാസം ഒരു 2000 രൂപ കൂടുതൽ കിട്ടും, അത്രയല്ലേ ഉള്ളൂ. ഞാൻ അതിൽ കൂടുതൽ മാസാമാസം തരുന്നില്ലേ? അതേ ഗീർ ഇവിടെ ഇട്. ആദ്യം ആ സിബ് ഒന്നിട്. ഇവനൊക്കെ ജനിച്ചപ്പോൾ തന്നെ വല്ല പാഷാണം കൊടുത്ത് കൊല്ലണ്ടായിരുന്നു. എന്താടാ നോക്കുന്നേ? ഒന്നുമില്ല സാർ. ആ ഇൻസ്പെക്ടർ ബേബിയുടെ അടുത്തേക്ക് പറഞ്ഞുവിട്. നമസ്കാരം ബേബി. സീസ് ചെയ്ത വണ്ടിയാ. 2 കാറ്, 5 ബൈക്ക്, എല്ലാം കണ്ടീഷനാണ്. പക്ക കണ്ടീഷനാണ് ബേബി. ആരും കാണാതെ എല്ലാം ഡിസ്പോസ് ചെയ്യാൻ നോക്ക്. ഒന്നും പുറത്ത് കാണാൻ. AC പേയ്മെന്റ് കൊടുക്കാൻ പറഞ്ഞിരുന്നു. ഏയ്, AC പണം ചോദിച്ചു പോയിട്ടില്ലേ? കൊടുത്തിട്ട് പോടാ. വാ വാ ഡാഡി, അവനെ ഞാൻ തീർത്തു ഡാഡി. സൂപ്പറാ. കൗൺസിലറുടെ ബോഡി കാണിച്ച് 10 ലക്ഷം മേടിച്ചോണ്ട് വാ. ഞാൻ പറഞ്ഞില്ലേ. ചേച്ചിയുടെ പേരെന്താ? ആനന്ദി. ചേട്ടന്റെ പേരോ? വിജയ് കുമാർ. നമ്മുടെ വിജയാ? ഇതെല്ലാം ഗസ്റ്റിന് വാങ്ങി വെച്ചിരിക്കുന്ന. അവര് ഇന്നല്ലേ വന്നേ. ഞാൻ എത്ര വർഷമായിട്ട് നിങ്ങളുടെ കൂടെയുണ്ട്. കണ്ണാ, നിങ്ങൾക്ക് കഴിഞ്ഞിട്ടല്ലടാ ഉള്ളൂ അവർക്ക്. എടുക്കും. എന്താ നിങ്ങളെ? എല്ലാ ജോലിയും അങ്ങള് തന്നെയാണോ ചെയ്യുന്നത്? ആന്റി ഒന്നും ചെയ്യൂലേ? ആന്റിയോ? നിങ്ങളുടെ വൈഫ്?
മോളെ, നമ്മുടെ നാട്ടിലെ വേറൊരു നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചാലേ സമ്മതിക്കില്ല. ഞാൻ വേറൊരു രാജ്യത്തു നിന്നാ പ്രേമിച്ചേ. അവളൊരു പാകിസ്ഥാനി പെണ്ണ, ഞാനൊരു ഇന്ത്യനും. എന്റെ കൺമുന്നിലിട്ട് അവളെ വെടിവെച്ചു കൊന്നു. ബ്ലഡി റാസ്കൽസ്. അവരെന്തിനാ ഞങ്ങളെ വെറുതെ വിട്ടത്? വിടുവോ ഞാൻ? തെരഞ്ഞു പിടിച്ചു കൊന്നു ഞാൻ. എനിക്ക് ലഡുടാ. എന്റെ കഥ പറഞ്ഞെന്തിനാ നിങ്ങളെ ബോറടിപ്പിക്കുന്നത്? നിങ്ങൾക്കൊരു ഫ്ലാറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ. നോക്കിയാലോ? എന്താ വിജയകുമാറേ, അങ്കിൾ ഫ്ലാറ്റ് ഇഷ്ടായോ? സൂപ്പറായിട്ടുണ്ട്. എത്ര കഷ്ടപ്പെട്ട ഞാൻ ഇവിടെ ഉള്ളവരെ കാലിയിപ്പിച്ചെന്നറിയോ? ഞങ്ങളല്ലേ അവരെ ഒഴിവാക്കി തന്നത്. എന്നിട്ട് എന്തിനാ ഇത്രയും ഡയലോഗ്? എന്താച്ചാ, വീട്ടിനുള്ളിൽ ഒരു പട തന്നെ ഉണ്ടല്ലോ. കൊരങ്ങന്റെ ജന്മം. കൊരങ്ങനോ? ഞാൻ ചെറിയ കൊരങ്ങനെങ്കിൽ നിങ്ങള് വലുതാ. രണ്ടുപേരും കൊരങ്ങന്മാരാണ്. അച്ഛാ, എന്താ അച്ഛാ, അടിപൊളിയാണല്ലോ. ഈ കിളവനെ നീ അച്ഛാന്ന് വിളിച്ചില്ലേ? ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെന്താ? താങ്ക്സ് അച്ഛാ. അങ്ങനെയൊന്നും പറയരുത്. ശരി വിജയകുമാറേ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ നിങ്ങൾ പാരൻസിനെ അറിയിച്ചോ? അത് താലി കെട്ടിയ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. വീട്ടിൽ ലൈക്ക് ചെയ്യുമോ ഇല്ലയോ എന്നറിയില്ല. എടി ഇങ്ങോട്ട് നോക്ക്. നിന്റെ ആ കല്യാണം നടന്നിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? എന്ത് ചെയ്യാനാ, കഴുത്ത് നീട്ടിയത് കൊണ്ട് അവന്റെ കൂടെ തന്നെ ജീവിതം മൊത്തം ജീവിച്ചേനെ. എടി വൃത്തികെട്ടവളെ. വൃത്തികെട്ടവളെന്നോ? പിന്നെ എന്ത് ചെയ്യണമെന്നാ? ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ ചിതാഭസ്മം എടുത്ത് കാവേരിയിൽ കലക്കേണ്ടി വരും. കഴിക്കട കാണ. അങ്കിൾ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ നൈറ്റ് ഗുഡ് നൈറ്റ് ആയോ? ഒന്ന് വെറുതെ ഇരിക്കാം അങ്കിൾ. എപ്പോൾ നോക്കിയാലും ഇങ്ങനെ കളിയായിക്കൊണ്ടേയിരിക്കും. പിന്നെ ദോശയും ചിക്കൻ കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സൂപ്പർ. ടയേർഡായിരിക്കും. വേഗം പോയി റെഡി ആയിട്ട് വാ, കഴിക്കാം. ഞങ്ങൾ റെഡിയാവണേ വിട്. ആദ്യം 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ റെഡിയാവും. എന്താ കാര്യം? സർപ്രൈസ്. ഓക്കെ. നമസ്കാരം. നേരായ വാർത്തകളായി നിങ്ങളുടെ വിജയകുമാർ. ഈ സമൂഹത്തില് ഇവിടെയാ. അദ്ദേഹം വേറെ ആരുമല്ല, വേലുസ്വാമി എന്ന ഒരു എക്സ് മിലിറ്ററി മാനാണ്. പല പല യുദ്ധങ്ങളിൽ പങ്കെടുത്ത ആളാണ്. രാജ്യത്തിന് വേണ്ടി പല മിഷൻസ് ഏറ്റെടുത്ത് നടത്തിയ ആളാണ്. അദ്ദേഹമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം സർ. നമസ്കാരം അനിയ. സർ, നിങ്ങൾക്ക് ഈ ഒരു പ്രായത്തിൽ എങ്ങനെയാണ് ഇത്രയ്ക്ക് ദേഷ്യം വരുന്നത്? ദേഷ്യത്തിനും വയസ്സിനും ബന്ധമൊന്നുമില്ല മോനെ. അത് മനസ്സിന്റെ ഒരു കാര്യമാണ്. അതാദ്യം മനസ്സിലാക്കണം. നമ്മുടെ മിലിറ്ററിയാണോ അത്? കോട്ടും സൂട്ടല്ലിട്ട് ആളാകെ മാറിപ്പോയല്ല. നല്ല ഉഷാറായിട്ടുണ്ടല്ലേ? നിങ്ങളുടെ ദേഷ്യം ന്യായമുള്ളതൊക്കെ തന്നെയാ. പക്ഷെ ഓപ്പോസിറ്റ് കുറെ റൗഡികള്, അതും ആയുധത്തോടെ, നിങ്ങളുടെ ജീവൻ അപകടത്തിലാവൂലേ? ദേഷ്യം വന്നാൽ പിന്നെ ജീവനെ കുറിച്ച് പേടിക്കാൻ പാടില്ല. ജീവനെ പേടിണ്ടായ പിന്നെ ദേഷ്യം വരില്ല. സർ, ആ ബസ്സിൽ അത്രയും പേരുണ്ടായിട്ടും നിങ്ങൾക്ക് മാത്രം അങ്ങനെ പ്രതികരിക്കാൻ തോന്നിയത്? തെറ്റ് കാണുമ്പോൾ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് ചെഗുവേര പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെയും ചെഗുവേരനെ പോലെ ഒരു വിപ്ലവകാരി എന്ന് വിളിക്കാൻ പറ്റുമോ? അയ്യോ, ഇതിനെയൊക്കെ വിപ്ലവം എന്ന് പറയുമ്പോൾ ശരിക്കുള്ള വിപ്ലവത്തിനൊക്കെ നിങ്ങൾ എന്താ പറയാ? സർ, നിങ്ങൾ മിലിറ്ററിയിൽ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ അവസ്ഥയെ പറ്റി എന്താ പറയുന്നത്? എന്ത് ചിന്തിക്കാനാ? അതിർത്തി കാക്കുന്ന ജവാന്മാരൊക്കെ നാട് രക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുക്കുന്നു.
ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാ? രാജ്യം തന്നെ വില പറഞ്ഞ് വിറ്റോണ്ടിരിക്കുക. നാണക്കേടാവുക. ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അനിയ, എനിക്ക് ഡോക്ടർ അബ്ദുൽ കലാമിനെ ഭയങ്കര ഇഷ്ടമാണ്. ജനിക്കാം, മരിക്കാം, നടക്കാം, ഉറങ്ങാം, ഉണ്ടാവാം. ഇവിടെയുള്ള ചെറുപ്പക്കാരെല്ലാം ശ്രമിക്കണം, പണിയെടുക്കണം, ജയിക്കണം എന്ന് കലാം കണ്ട സ്വപ്നമല്ലേ? അത് ചെറുപ്പക്കാരെല്ലാം നിറവേറ്റണമെന്ന് ഞാനും ആഗ്രഹിക്കുക. സൂപ്പർ മെസ്സേജ്. എന്തോന്ന് മെസ്സേജ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെയുണ്ടെങ്കിൽ ഇന്റർവ്യൂ സൂപ്പർ ആയിരുന്നില്ലേ? സൂപ്പർ അല്ല, ഒരു മണ്ണാങ്കട്ടയല്ല, കുറച്ച് ഓവറായിപ്പോയി. എന്തോവറാന്നാ പറയുന്നേ? പിന്നല്ലാതെ ഞാനെന്തോ വലിയ ഹിമാലയം കീഴടക്കിയ പോലെയല്ലേ എന്നെ TV ചാനലിൽ കൊണ്ടുപോയി ഇരുത്തി ചോദ്യം ചോദിച്ചോണ്ടിരുന്നു. അതിനെന്ത് തേങ്ങയാണ് ഞാൻ ചെയ്തത്? അങ്കിളെ, നമ്മുടെ ഈ നാട്ടിലെ റോട്ടിലൊക്കെ ഇമാതിരി വൃത്തിയേട്ടവന്മാരുടെ അഴിഞ്ഞാട്ടം കുറച്ച് കൂടുതലാണ്. ഇവന്മാരെയൊക്കെ ഒതുക്കാൻ വേണ്ടി തോക്കായിട്ട് ഒരാൾ വരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെപ്പോലുള്ള ആരെങ്കിലൊക്കെ വന്നാൽ മതി. ഇതൊരു നല്ല തുടക്കമാവട്ടെ. നിങ്ങൾ നല്ല ധൈര്യമായിട്ടല്ലേ ഇതൊക്കെ ചെയ്ത്. ഈ കാര്യം ഒരു 4 പേര് പറഞ്ഞാൽ മതി, അതൊരു 40 പേര് ഫോളോ ചെയ്തോളൂ. എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കി വെറുതെ സെൽഫിഷായിട്ട് ഇങ്ങനെ കറങ്ങി നടന്നാൽ പോരല്ലോ. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ മീഡിയക്കാർ വേണം. ആസ് എ ജേർണലിസ്റ്റ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്താലും യൂത്തിൻ്റെ ഇടയിൽ ഇതെങ്ങനെ കത്തി കയറുമെന്ന് നോക്കിക്കോ. അമ്മ ഇങ്ങോട്ട് നോക്കി, ഞാനാ തുടക്കം ഇട്ടത്. ഇപ്പൊ ഫേസ്ബുക്ക്, ട്വിറ്ററിന് എത്ര കമന്റ്സാ, എത്ര ലൈക്സാ. ഒരു സാധാരണ മനുഷ്യനെ ഞാൻ പോപ്പുലർ ഫിഗർ ആക്കിയില്ലേ? എത്ര പറഞ്ഞാലും കേക്കില്ല. ഈ കഴിക്കണ നേരത്തെ ലാപ്ടോപ്പും ഫോണും പിടിച്ചോണ്ടിരിക്കരുതെന്ന് പറഞ്ഞ ഈ അങ്കിൾ ഇല്ലെങ്കിൽ ആ ബസ്സിൽ എന്തൊക്കെ സംഭവിക്കുന്നറിയോ? അതുകൊണ്ടല്ലേ ഫ്രണ്ട്സിന് ഇതൊക്കെ ഷെയർ ചെയ്തേ. എന്തൊക്കെയാടാ ഈ കാണിച്ചോണ്ടിരിക്കുന്നത്? ഈ നോണോ അല്ല വിഷുവോ അല്ല, പിന്നെന്തിനാടാ പടക്കമൊക്കെ പൊട്ടിക്കുന്നേ? എന്താ കാരണം എന്തായി പറയുന്നേ? ഈ പ്രായത്തിൽ എന്ത് ഇടി അടിക്കുന്നേ? അയ്യോ, ഇപ്പൊ എല്ലാം TV, വാട്സ്ആപ്പ്, ഫേസ്ബുക്കിലൊക്കെ നിങ്ങളല്ലേ വരുന്നത്. പിന്നെന്താ? നമ്മുടെ ഏരിയ മൊത്തം നിങ്ങളെ കുറിച്ചാ സംസാരിക്കുന്നത്. വേലിച്ചാമി, നിങ്ങൾ TV-യിൽ കണ്ടില്ലേ? നിങ്ങളാണ് നമ്മുടെ ഏരിയയിലെ ഹീറോ. അതുകൊണ്ടാണ് ഈ ആഘോഷം. ഇവിടെ നോക്കടാ, ഈ മീഡിയക്കാരാ എല്ലാം ഊതി പെരിപ്പിക്കുന്നതെന്നാ ഞാൻ വിചാരിച്ചത്. ഇപ്പൊ നിങ്ങളാണല്ലോ. പോടാ വാടാ, നമുക്ക് ഹീറോന്റെ കൂടെ സെൽഫി എടുക്കാം. വാടാ. ഓ, അതും കൂടെ വേണോ? നീ ഇവിടേക്ക് നോക്ക്. ഇതുപോൽ ഒരു സുഖം പകരുമോ? ഡാർലിംഗ്, ഇന്നൊരു ലീവ് എടുക്കുന്നേ. നൈറ്റ് ഫുൾ ഉറങ്ങാൻ വിട്ടില്ല. ഇപ്പൊ ലീവ് എടുക്കണമെന്നാണോ പറയുന്നത്? പോടാ, ഇന്ന് നൈറ്റ് വരും. ഇവരെ വെയിറ്റ് ചെയ്യാം. ഇതുപോൽ ഒരു സുഖം പകരുമോ? ആരുമില്ല നേരമിന്നോ, ഇരവും പകലും പിടയും മനസ്സോ. നിൻമിഴിയും എന്മിഴിയും, നിൻമിഴിയും എന്മിഴിയും, നീണ്ട രാവിൽ നീലമുഖിലായി നീയും ഞാനും ഒഴുകും നേരം. നിൻമിഴിയും എന്മിഴിയും, നിൻമിഴിയും എന്മിഴിയും, ഇരവിൽ ഒരു പൂവായി വിരിയുവാൻ. ഇതുപോൽ ഒരു സുഖം പകരുമോ? കനപോരം നിഴലുകളാലിനി മനസ്സിന് കുളിരുള്ള നറുമണം. കഥകോരം കാലൊച്ച കേൾക്കും നേരത്ത് പൂവിടും കുറുമ്പുകൾ. ഈ നിമിഷം പുതു നിമിഷം തഴുകുമൊരീ പ്രിയ നിമിഷം. കൈവിരലോ കോർത്തതുമേ നെഞ്ചിന്നോരം തുള്ളി തുടിച്ച്
my heart, it's burning like this. Please hold on me right now. Don't get away, take me away. Please hold on me right now. ഇരവിൽ ഒരു പൂവായി വിരിയുവാ. ഇപ്പൊ നിനക്ക് എന്താണ് വേണ്ടത്? ഒരു സുഖം ലീവ് എടുക്കണം. തരുമോ? തലചായ്ക്കാൻ തഴുകുന്ന കൈകളിൽ വരുകില്ല പ്രിയ സഖീരിയുമേ. കാർക്കൂന്തൽ മെല്ലെ മടി ഒതുക്കുമ്പോൾ കള്ളനോട്ടമേറിയും കണ്ണുകൾ. ഒരു നിമിഷം പകരുക നീ ഹിമമഴയായി ഉണരുമോ നീ. നീ തൊട്ടാൽ മഴത്തുള്ളിയോ കടലലയായി തിരയടിക്കും. Look at my heart, it's burning like this. Please hold on me right now. Don't get away, take me away. Please hold on me. ഇതുപോൽ ഒരു സുഖം പകരുമോ? ലീവ് എടുക്ക്. ഹലോ. ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ ആനന്ദിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്കം പക്കം ഓൺ ഹലോ FM 106.4. നമ്മുടെ ഷോയിലെ ആദ്യത്തെ കോളർ ആരാന്ന് നോക്കാം. ഹലോ ഹലോ. ഹലോ ഹലോ. ഹലോ ഹലോ. 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 ഇങ്ങനെ ഹലോ ഹലോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങളെ പേരെന്താന്ന് പറ. നിങ്ങളുടെ വോയിസ് ഭയങ്കര സ്വീറ്റ് ആണല്ലോ. ഇപ്പൊ അതിന് എന്ത് ചെയ്യണെന്നാ? ഡാർലിംഗ്, ലീവ് എടുക്കണ്ടോ? വിവരമുണ്ടോ നിനക്ക് തെണ്ടി? സ്റ്റുപ്പിഡ് ഫെലോ, നോൺസെൻസ്. എന്താണ് നീ കാണിച്ചോണ്ടിരിക്കുന്നത്? ഇവിടെ ലൈവ് ലീവ് എടുക്ക്. ലീവ് എടുക്ക്. സെൻസ് ഇല്ലേ? നിനക്ക് സെൻസ് ഇല്ലേ? ലൈവ് പോയിക്കൊണ്ടിരിക്കുക. സോറി സർ, ഹസ്ബൻഡ് കോൾ ചെയ്ത് ടോർച്ചർ ചെയ്തു, അതാ. ഷീറ്റ്. നിങ്ങൾ ഭാര്യയും ഭർത്താവായിട്ടുള്ള വിഷയം വീട്ടിൽ തീർക്കണം. ഒരു മര്യാദ വേണ്ടേ? ഇനി നിനക്ക് ഇവിടെ ജോലിയില്ല. ഗെറ്റ് ഔട്ട്. സർ പ്ലീസ് സർ. എന്റെ FM ചാനലിന്റെ പേര് നശിച്ചു പോകും. ഐ ആം സോറി സർ. പ്ലീസ് ഫോർഗിവ് മീ സർ. ഇനി അങ്ങനെ ഒരിക്കലും നടക്കില്ല സർ. ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ്. ഇതുവരെ ദേഷ്യം തീർന്നില്ലെന്ന് തോന്നുന്നു. എന്താ മോളെ? നോക്കങ്കിൾ, എല്ലാം സീരിയസ് ആയിട്ട് എടുക്കും. വെറുതെ തമാശക്ക് ചെയ്തതാ, അത് വെറുതെ സീരിയസ് ആയിട്ട് എടുത്ത്. എന്ത് തമാശയാടാ? എന്ത് തമാശയാണെന്ന്? എന്റെ ജോലി ഇന്ന് പോയനെ അച്ഛാ. MD എത്രത്തോളം മോശമായിട്ടാണ് പറഞ്ഞെന്നറിയോ? എന്താടാ വീണ്ടും തമാശയാണോ നിനക്ക്? നിന്നെ 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 വെടിവെച്ച് കളഞ്ഞ നിന്നുണ്ടല്ലോ. വെടിവെക്കല്ലേ, വെക്കല്ലേ. വീട് വൃത്തിയിട്ടവനെ. അയ്യോ, ഇതിനാണോ ഇവളെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നേ? നീ കേട്ടിന് ലോക്കിലായിരുന്നു. ഇല്ലേ നീ ഇപ്പൊ പറഞ്ഞേനെ. ഓ അച്ഛാ. ഹായ്, സൂപ്പറാണല്ലോ. മോളെ ഇതുകൂടെ ബില്ലടിച്ചു മോളെ. ഓക്കെ സർ. വേലിച്ചാമി ഇതോടി വാങ്ങിച്ചതാ. ഇതൊക്കെ ആർക്കാടാ? എന്റെ അമ്മയ്ക്കാ. നിന്റെ അമ്മയ്ക്ക് ഞാൻ എന്തിനാടാ വാങ്ങണേ? വേലിച്ചാമി, നിനക്കൊരു കാര്യം അറിയോ? എന്താ കാര്യം? എന്റെ അമ്മയ്ക്ക് നിങ്ങളെ ഇഷ്ടമാ. ഒന്നങ്ങ് ഇട്ടാണ്ടല്ലോ. നിന്റെ അമ്മയ്ക്ക് വേണമെങ്കിൽ ഞാൻ മേടിച്ചു തരാം. അല്ലാതെ വൃത്തികേടൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. ഇതുകൂടെ അതിന്റെ കൂടെ ബില്ലിട്ട് മോളെ. വേലിച്ചാമി ഇത് വാങ്ങിച്ചതാ. ഏയ്, ഒരുപാട് ബൊമ്മയൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. അതൊന്നും വേണ്ട, എനിക്ക് ഇതാണ് വേണ്ടത്. ഇതില് ഉണ്ടയിട്ട് വെടിവെച്ച പൂച്ച ചത്തു. ഇത് ഒറിജിനൽ പോലെ ഉണ്ടല്ലോ. എത്രയും മോളെ ഇത്? 2900 സാർ. 2900? ഏതാണ്ട് 3000 രൂപ. വേണ്ട. ഓ
വേലിച്ചാമി, ഞാൻ നിങ്ങളോട് മിണ്ടൂല. വേലിച്ചാമി, ഞാൻ സ്കൂളിൽ പോകാത്തത് എന്റെ അമ്മ അറിഞ്ഞ കൊന്നുകളയും. പേടിക്കലടാ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിന്റെ ടീച്ചറടാ വരുന്നേ, ഓടിപ്പോയിക്കോ. അയ്യടെ, ഞാൻ എന്തിനാ വിളിക്കണം? നിങ്ങളാ വിളിക്കേണ്ടത്. ഞാൻ എന്തിനാടാ വിളിച്ചേക്കുന്നത്? നിങ്ങള് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ടാ ഞാൻ ലീവ് എടുത്തത്. എടാ മുത്തുപാണ്ടി, ഇങ്ങോട്ട് വാടാ. ടീച്ചർ, മുത്തച്ഛൻ ഹോസ്പിറ്റലാന്ന് പറഞ്ഞിട്ടല്ലേ നീ ലീവ് എടുത്തേ? അതേ ടീച്ചർ, അവര് പെട്ടെന്ന് മരിച്ചുപോയി. അതാ മാല വാങ്ങാൻ വന്നേ. അയ്യോ പാവം. എന്നാ നീ പോ. ജസ്റ്റ് മിസ്. വേലിച്ചാമി, അവര് പോയി വാ. എന്താടാ ഒന്ന് കുനിഞ്ഞു കഴിഞ്ഞാ പുടിക്കടിച്ചിട്ട് നീ ഓടിപ്പോലോ. ഞാനുണ്ടല്ലോ വേലിച്ചാമി, നിങ്ങൾക്ക് ഒന്നും ആവില്ല. ആമ്പട കേമാ, നിന്റെ കൂടെ നടക്കുമ്പോ സൂക്ഷിക്കണം. അറിയിക്കടാ. അയ്യോ, വേലിച്ചാമി, നമ്മളിനി എന്ത് ചെയ്യും? എന്താടാ ഇനി ചെയ്യും? എത്തില്ലേ? ബസിന്റെ അകത്ത് ഭയങ്കര സംഭവം കാണിച്ചല്ലോ. ഞങ്ങളെന്താ കാണിക്കാൻ പോകുന്നത് എന്താ കണ്ടോ? വേലിച്ചാമി, പേടിയാവുന്നു വേലിച്ചാമി. വേലിച്ചാമി, കത്തിയൊക്കെ ഉണ്ട് വേലിച്ചാമി. അച്ഛാ, ഇപ്പൊ തന്നെ തീർത്തേക്കടാ. പേടിയാവുന്നു വേലിച്ചാമി. തീർത്തേക്കട്ടെ. ഉത്താനല്ലേ പറഞ്ഞേ, തീർക്കട്ടെ. എന്ത് ചെയ്യും വേലിച്ചാമി? പേടിയാവുന്നു. തീർക്കടാ. ഞാൻ തീർത്തോളാം, നീ ചെക്കനെ തീർക്ക്. പോടാ, ചെറുതിനെ നീ എടുത്തോ, ഇയാളെ ഞാൻ തീർക്കാം. വേണ്ടടാ, ഞാൻ തന്നെ തീർത്തോളാം രണ്ടിനെ. വേലിച്ചാമി, വെട്ടാൻ പറഞ്ഞു വേലിച്ചാമി. തോക്കെടുക്കടാ. നമ്മുടെ കയ്യിൽ എവിടെയാ വേലിച്ചാമി? ആ ബാഗിലുണ്ട്, എടുക്കടാ. ഇതാ വേലിച്ചാമി. വെടിവെക്ക് വേലിച്ചാമി. മച്ചാ, അയാളുടെ തോക്കണ്ടോ? ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. വെടിവെച്ച് കൊല്ലു വേലിച്ചാമി. എങ്ങനെയുണ്ടാ എന്റെ ബുദ്ധി? സൂപ്പർ വേലിച്ചാമി, അടിപൊളിയായിട്ടുണ്ട്. അല്ല, ഇതേതാ തോക്ക്? നീ ആഗ്രഹിച്ചല്ലേ, അതെ, അതുകൊണ്ടങ്ങ് പൊക്കി. അമ്മ നിക്കട അവിടെ. എന്നാ എന്നാടത്? ഇത് തലയില് വെച്ചോ, ഇത് മുടിയില് കെട്ടിക്കോ, ഇതാ വെച്ചോ. എന്തൊക്കെയാടത്? ഇതൊക്കെ നിങ്ങക്ക് വേലിച്ചാമിയെ വാങ്ങിച്ചു തന്നെ. ആ മിലിറ്ററിക്കാരൻ എന്തിനാണ് എനിക്ക് വാങ്ങിച്ചിരുന്നത്? അമ്മയ്ക്ക് ഒരു കാര്യം അറിയോ? എന്നാടത്? ആ വേലിച്ചാമിക്ക് അമ്മേനെ ഇഷ്ടമാണ്. മിണ്ടാതിരിക്കട കുരുത്തങ്ങൾ. എന്താടാ ചേട്ടാ, ഞാൻ ആവശ്യത്തിന് പണം തരുന്നില്ലേ, പിന്നെ എന്തിനാടാ കള്ളക്കണക്ക് എഴുതുന്നേ? എഴുതിയപ്പോ തെറ്റിപ്പോയതാ. എങ്ങനെ നോക്കിയിട്ടും കണക്ക് വെക്കുന്നില്ല. ഡാഡി, എടാ പിടിക്കടാ അവളെ. പണം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പെണ്ണിനെ കൊണ്ടുവന്നിരിക്കുന്നെന്താ? അവൻ പൈസ തന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവളെ പിടിച്ചോണ്ട് വന്നേ. അയ്യോ, എന്റെ പൈസ പോയി. എടാ, ഇവളെ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? താലി കെട്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോവാ. എടാ, പൈസ തന്നില്ലെന്ന് പറഞ്ഞ് പെണ്ണിന്റെ തട്ടിക്കൊണ്ടുവന്ന് കല്യാണം കഴിക്കാനാ? നിനക്ക് ബോധമുണ്ടോടാ? ഡാഡി മാത്രം ഇടയ്ക്കിടയ്ക്ക് കാർ മാറ്റാറില്ലേ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ ഇതും. ഇവൻ ഈ പറഞ്ഞത് ശരിയാണല്ലോ. ഡാഡി, പെട്ടെന്ന് കല്യാണം നടത്തിത്താ, ഞാൻ നിങ്ങളുടെ ഒറ്റ മോനല്ലേ. അയ്യോ അയ്യോ അയ്യോ, എപ്പോ നോക്കിയാലും ഒറ്റൊരുത്തൻ. പൈസ തരാത്തരൊക്കെ തട്ടിക്കൊണ്ടുവരാൻ നിന്നാ താലി ഒരുപാട് വേണ്ടി വരുമല്ലോ. നിന്റെ കയ്യിലുണ്ടോടാ? താലി ഉണ്ടല്ലോ. ഓടാ,
എന്നാ പോയി താലി കെട്ട്, എന്റെ പണവോ പോയി. സൂര്യ, എന്റെ മോളോട് തന്റെ കാശ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് പിടിക്ക്. ഇതാദ്യമായിരുന്നില്ലേ? തനിക്കൊക്കെ വാക്കിന് വല്ല വ്യവസ്ഥയുണ്ടോ? ഞങ്ങളുടെ ബിസിനസിനെ ഒരു എത്തിക്സ് ഒക്കെ ഉണ്ട്. എന്നെ പറ്റി നിനക്ക് അറിയില്ല. ഞാൻ എവിടെ പോവും, എങ്ങനെ പോവും, ആരെ കാണും, എന്ത് ചെയ്യുമെന്ന് നിനക്ക് അറിയില്ല. നീ എവിടെ പോണോ, എന്തോരം ദൂരം പോണെന്ന് ഞാൻ തീരുമാനിക്കും. ഇപ്പൊ മനസ്സിലായ നിനക്ക്? ഇതാണ്ടാ ബിസിനസ് എത്തിക്സ്. ഡാഡി കെട്ടട്ടെ? കേട്ടാ 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 കേട്ടാ. എനിക്ക് എന്താ എന്താ പറ്റി? അവിടെ 4 റൗഡികൾ വന്ന് ഞങ്ങളെ അടിച്ചു. ഞങ്ങളുടെ ഓണറേയും കൊല്ലാൻ നോക്കുക. എന്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയ പണം തിരിച്ചു തരാത്തതിനാൽ പലിശയും ചേർത്ത് 2,50,00,000 തരേണ്ടതാണ്. അത് കൊടുക്കാൻ കഴിയാത്തതിനാൽ കുമാരനാശാൻ റോട്ടിൽ എൻ്റെ പേരിലുള്ള 25 സെന്റ് സ്ഥലവും 2 നില വീടും താങ്കളുടെ പേരിൽ ആധാരം ചെയ്യാൻ സമ്മതിക്കുന്നു. എന്താണത്? കടമല്ലേ വാങ്ങിയേ? എന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഹലോ, കൊടുത്ത കടത്തിന് സ്ഥലം എഴുതി മേടിക്കുന്നത് ഓൾഡ് സ്റ്റൈല്, ഇത് ബേബി സ്റ്റൈല്. ബേബിക്ക് സ്ഥലം വേണം, ഞാൻ ഒപ്പിടാൻ നോക്കണോ? ഇത് അന്യായോ? ഞാൻ ഒപ്പിടില്ല, ഞാൻ ഒപ്പിടില്ല. എന്തായാലും നന്നായി. ഇവന്റെ കൈ വെട്ടിയിട്ട് രേഖ വെക്കാം. ഒപ്പിടില്ല, ഒപ്പിടില്ല. മര്യാദക്ക് ഒപ്പിടാ. കൈ ഞാൻ വെട്ടും. മര്യാദക്ക് ഒപ്പിടാ. അകത്താരേലും ഉണ്ടോ? അളിയാ, ആരാന്ന് നോക്കിയേ. ഈ കൊടയൊന്ന് പിടിച്ചടാ. എനിക്കൊന്നും വേണ്ട. ഇവൻ എന്തിനാ അടിച്ചേ? അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. ഞങ്ങൾ ചിലപ്പോ അടിക്കും, കൊല്ലും, ചിലപ്പോ വെട്ടും. തനിക്കെന്താണോ? ആരാ നീ? കൊള്ളാവനാ? മനസ്സ് കൊണ്ട് കളി വേഗം അടിവേഗം ബഹുദൂരം ശക്തനായി മീശമുണ്ടിയോ നിനക്ക് ദാഹമോ ഹീരന്മാർക്ക് ശക്തി നേടുമോ ഒന്ന് തെറ്റിയാൽ ഭസ്മമാകുമോ തൊട്ടാൽ നാശം നീ തൊട്ടാൽ നാശം നീ തൊട്ടാൽ നാശം നീ തൊട്ടാൽ നാശം Check, 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 check. Party. 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 Check, 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 check. ഞാൻ തൊട്ടാൽ ബലം നീ തൊട്ടാൽ നാശം ഞാൻ തൊട്ടാൽ ബലം നീ തൊട്ടാൽ നാശം. നമസ്കാരം. എവിടെയാ AC? മേലെ റൂമില്. AC ഓസിലോ? AC-ലിരിക്കുക. ഞാൻ വരാം അങ്ങോട്ട്. ആരോ അത്? ബേബി, താനെന്താ ഇവിടെ? ഉള്ളിലൊന്നും ഇല്ലടോ. ബേബി, അവിടെ ഒരു കിളവൻ ഞങ്ങളിട്ട് നെട്ടോട്ട് ഓടിക്കുക. തനിക്ക് ഇവിടെ ഇതാണ് പരിപാടി? ബേബി, വന്ന ഉടനെ തന്നെ ഇങ്ങനെ ദേഷ്യപ്പെട്ടാൽ എങ്ങനെയാ? കാര്യം എന്താന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടാ. കിളവനെ പിടിച്ച് അകത്തിടാൻ നോക്ക്. ബാക്കിയൊക്കെ പിന്നെ പറയാം. യൂണിഫോമെങ്കിലും താ. ഡ്യൂട്ടി സമയത്ത് ഈ വേഷത്തിൽ എങ്ങനെയാ പുറത്തേക്ക് പോവാ? ഡ്യൂട്ടി നേരത്തെ ഇതൊക്കെ ചെയ്യാലോ എനിക്ക്. അതൊരു റിലാക്സേഷന്. ആ യൂണിഫോമെങ്കിലും താ. മണ്ണും ചാരിയെന്നോ പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെ. ശരി, വെറുതെ ആശിച്ചത് മെച്ചം. എന്നാ നോക്കുന്നേ? ബെഡ് താങ്ങോ നോക്കിയതാ. എന്റെ പേര് മാത്രമാ ബേബി.
ഈ കാര്യത്തിൽ ഞാൻ കേടിയാ. കേടിയും റൗഡിയൊക്കെ എന്നെ കണ്ട പിൻവാതിലേക്കൂടെ ഓടും. അത് സൂപ്പറായി. ഞാൻ റോഡിലോടുന്ന ഓട്ടോയെ കണ്ടിട്ടുള്ളൂ, ഇപ്പോഴാ ഹൈവേയിലെ കണ്ടെയ്നർ കാണുന്നേ. മലരെ നിന്നെ കാണാതിരുന്നാൽ മിഴിയേകിയ കനവെല്ലാം മായുന്ന പോലെ. ഇന്നും ഫുള്ള് പാട്ട് തന്നെ. സംഗീത പറമോളെ. കേട്ടായിരുന്നു ഞാൻ. ഇന്നലെ ഒരു അടിപൊളി കാര്യം ചെയ്തെന്ന് തോന്നുന്നു. ആ കാർ ഷെഡ് ഓണർ ഒരിക്കലും മറക്കില്ല നിങ്ങളെ. മറന്നാലും ശരി. സാറേ, ഗുഡ ബേബി കോളേജിൽ പോയി എന്റെ മോളെ തട്ടിക്കൊണ്ട് പോയി സാറേ. ഇത്ര നേരമായിട്ട് അവള് വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല സാറേ. എന്തേലും ഒന്ന് ചെയ്യണം സാറേ. ബേബിയുടെ ആളെ മോളെ കൊണ്ടുപോയിന്ന് എന്താ തെളിവുള്ളത്? നിങ്ങൾ കണ്ടോ? ആവശ്യമില്ലാതെ കംപ്ലൈന്റ് ആയിട്ട് വന്നാൽ നിങ്ങളെ പിടിച്ചുള്ളി. ഇവരെ പുറത്തേക്ക് നിർത്ത്. ഹലോ, താനെന്താ വലിയ ഹീറോ എന്നാണോ വിചാരം? ഇന്നലെ രാത്രി ആ കാർ ഷെഡിൽ ചെന്ന് 3 പേരെ തലയടിച്ച് വിളിച്ചല്ലേ? ഞാനോ? പിന്നെ ആയിരുന്നു എൻ്റെ അപ്പനോ? സാറേ, 3 റൗഡികൾ ചേർന്ന് ആ കാർ ഷെഡ് ഓണറെ കൊല്ലാൻ നോക്കുമ്പോ ഞാൻ പോയി രക്ഷിക്കുക ചെയ്തേ. അയ്യോ, ഇയാളാരെ ബ്രൂസിലിയാ കരാട്ട് കാണിച്ച് രക്ഷിക്കാൻ? അയാളെ എങ്ങ് വിളിക്ക്. നമസ്കാരം സാറേ. വരണം മിസ്റ്റർ ബിന്ദുവിടൻ. രാത്രി ഇയാളാണോ തന്നെ രക്ഷിച്ചേ? നോണ പറഞ്ഞോ സാറേ? നോണ പറയാന്നോ? പിന്നെ സാറേ, എൻ്റെ കടയിൽ 4 പേര് കാറ് നോക്കാൻ വന്ന്. അപ്പോൾ ഇയാൾ വന്ന് ഫ്രീ ആയിട്ട് കാറ് വേണമെന്ന് പറഞ്ഞു. ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കൂലെന്ന് പറഞ്ഞപ്പോൾ ഫ്രീ ആയിട്ട് എന്താണ് കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ എന്നെ സ്റ്റാഫിനെയും തല്ലി. പിന്നെ 4 പേര് ഞങ്ങൾ രക്ഷിക്കാൻ വന്നപ്പോൾ അവരെയും തല്ലിയിട്ട് ഇയാൾ കടയും തല്ലി പൊളിച്ചു സാറേ. ദുഷ്ടാന്നാ? അയാളുടെ കാർ ഷെഡ് അടിച്ചു പൊളിച്ചിട്ട് അയാളെ രക്ഷിച്ചു എന്ന് കഥയുണ്ടാക്കുന്നോ? ഞങ്ങളെന്താ മണ്ടന്മാരാണോ? നിങ്ങൾ മണ്ടന്മാരൊന്നുമല്ല, മറ്റുള്ളവരെ മണ്ടന്മാരാക്കും. എന്റെ മേത്ത് കൈവെക്കുന്നു. അഹങ്കാരമുണ്ട്. ഗുണ്ടകളെ പുറത്തുവിട്ടിട്ട് മാന്യമാരകത്തിടുന്നോ? ഇങ്ങനെ എന്ത് തോന്നിയ ദിവസം കാണിക്കാന്ന് വിചാരിച്ചോ? ഇതൊന്നും ചോദിക്കാൻ ആളില്ലെന്നാണോ വിചാരിച്ചേ? അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ ജീവൻ കൊടുക്കും. അകത്ത് കിടന്നാലേ നീ മര്യാദ പഠിക്കും. എടോ, അദ്ദേഹത്തിന് പ്രായമായെന്നും പറഞ്ഞ് എന്തും ചെയ്യാന്നാണോ? അദ്ദേഹത്തിന്റെ കൂടെ എന്തോരം പിള്ളേരുണ്ടെന്ന് അറിയോ എനിക്ക്? ഒരു മനുഷ്യന്റെ ജീവൻ വെച്ചാണോ കളിക്കുന്നേ? ഒരു നല്ല മനുഷ്യനെ ഉപദ്രവിച്ചാ ഞങ്ങളുടെ സ്വഭാവം വെറുതെ വിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ സ്റ്റേഷനിൽ തീ കൊളുത്തും. ഒന്ന് മാറിയടോ, ആ തീ വെക്കുന്നവനെ ഞാൻ കാണട്ടെ. നിങ്ങൾ ചെയ്യേണ്ടത് വേലുച്ചാമി ചെയ്ത് എന്താ തെറ്റ്? വേലുച്ചാമിയെ വെളി വിടുന്നുണ്ടോ ഇല്ലയോ? ഗാർഡിന് കൂടെ ഉള്ളവര് തനിക്ക് പിടിക്കൂലേ? എന്തിനാ പിടിച്ചകത്തിട്ടേക്കുന്നേ? അറസ്റ്റ് ചെയ്തതിന് നിങ്ങളുടെ കയ്യിൽ വാറന്റുണ്ടോ? ആദ്യം ഞങ്ങളെ വേലുച്ചാമിയെ പുറത്തുവിട്. നിയമം കയ്യിലെടുക്കാൻ വയ്യാഞ്ഞിട്ടാ, അല്ലെങ്കിൽ നിന്നെയൊക്കെ കൊന്നുകളഞ്ഞാണ് ഞാൻ. ഇയാള് വലിയ നേതാവ്, ഇയാളെ പുറത്തു വിടാൻ നാട് മുഴുവൻ ഇളകി വന്നേക്കുന്നു. ഓടോ, പുറത്തൊരു ഈച്ചയെ പോലും കാണരുത്. എല്ലാത്തിനും അടിച്ചോടിക്ക്. ഓ, മര്യാദയ്ക്ക് ഞങ്ങളുടെ സാറിനെ ഇറക്കി വിട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഈ തീ കൊളുത്തിച്ചാവും. എന്താടോ, ആളുകളെയൊക്കെ കൂട്ടി കലാപം ഉണ്ടാക്കാൻ പോവാണോ? താനെന്താ അണ്ണാ ഹസാരെന്നാണോ വിചാരം? ലോക്കപ്പ് വിട്ട് താൻ ജീവനോടെ പുറത്തു പോവില്ല. ഇവള് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചു സാർ. ഇവളൊന്നും ഒന്നും ചെയ്യില്ല. കൊണ്ടുപോയി അകത്തിടറോ. അയ്യോ, അത് നമ്മുടെ പാണ്ടിയല്ലേ?
സാർ സിറ്റുവേഷൻ വളരെ മോശമാണ് സാർ, ഒന്ന് പുറത്തു വന്ന് നോക്ക്. വാ സാർ. സാർ ആ ടവറിന്റെ മുകളിൽ നോക്കിയേ. ഏയ് പോലീസുകാരാ, വേലിച്ചാമിയെ വെറുതെ വിട്ടില്ലെങ്കിൽ ഞാൻ താഴേക്ക് ചാടി ചത്തുകളയും. വെറുതെ വിടടാ. എന്താടാ പേടിപ്പിക്കാൻ നോക്കണോ? ചാടി ചാവടാ. വേലിച്ചാമിയെ വെറുതെ വിട്ടില്ലെങ്കിൽ ഞാൻ താഴെ ചാടി ചത്തുകളയും. എന്താടാ പേടിപ്പിക്കാൻ നോക്കണോ? ചാടി ചാവടാ. മിനിറ്റിൽ 9,000 പിള്ളേരുണ്ടാകുമ്പോ ഇവൻ ചാടിച്ചെത്താൽ എന്താ? ആരേത്? ഞാൻ കാർത്തികേയനെ സംസാരിക്കുന്നു. സാറേ സത്യമൂർത്തിയാ സാറേ. അവിടെ എന്താ സാർ നടക്കുന്നത്? ഒരു കൊച്ചു പയ്യൻ എത്രയും വലിയ ടവറിന്റെ മുകളിൽ കയറി നിൽക്കുക. അവൻ താഴെ വീണ് എന്തെങ്കിലും പറ്റി ആരും ഉത്തരവാദിത്തം പറയും? അത് സാറേ ആ കിളവൻ കാർ ഷെഡ് ചേർത്ത്. കാർ ഷെഡും കോപ്പൊന്നും എനിക്കറിയണ്ട. പെട്ടെന്ന് ആ വയസ്സിനെ പുറത്തു വിടാൻ പറ. എടാ പാണ്ടി, വേലിച്ചാമിയെ വിട്ടറാ, ഇറങ്ങി വേടാ താഴേക്ക്. താങ്ക്സ്. കാരണവരെ, ഗവൺമെന്റ് എനിക്ക് ശമ്പളം തരുന്നത് എന്തിനാണെന്നറിയോ? നിയമം സംരക്ഷിക്കാൻ വേണ്ടി. ഓ, അത് താൻ കയ്യിലെടുത്ത് അമ്മാനാടിക്കൊണ്ടിരുന്നാലേ ഞാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് വീട്ടിൽ പോയി ഉള്ളതും കഴിച്ച് ചുരുണ്ട് കൂടി കിടക്കാൻ നോക്ക്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ 100 വിളിക്ക്, അല്ലെങ്കിൽ എന്നെ വിളിക്ക്. 95226655. ഇതാ എൻ്റെ നമ്പർ. അതല്ലാതെ കുഞ്ഞു പിള്ളേരെയും കൂട്ടി വിപ്ലവം കാണിക്കാൻ നടന്നാലേ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എൻ്റെ സ്വഭാവം ശരിക്കും അറിയില്ലതെനിക്ക്. എന്താടാ നോക്കുന്നേ? കണ്ണു കാണൂല്ലേ? ഇതാ ഇത് വെച്ച് സൂക്ഷിച്ചു പോ. പലയിടത്തും മാൻഹോൾ തുറന്നു കിടപ്പുണ്ട്. ഇയാൾക്ക് കിട്ടിയതൊന്നും പോരെന്ന് തോന്നുന്നു. ഏയ് ഒന്നുമില്ല. എന്താ വേലിച്ചാമി, നിങ്ങൾ വന്നോ? എന്താടാ കണ്ണാ, ടവറിന്റെ മണ്ടയ്ക്കാണോ കയറുന്നത്? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്താടാ ചെയ്യാ? അതൊക്കെ വിട് വേലിച്ചാമി. ഞാൻ ടവറിന്റെ മുകളിൽ കയറിയോണ്ടല്ലേ ഈ പോലീസുകാർ നിങ്ങളെ പുറത്തു വിട്ടത്. അല്ലെങ്കിൽ വിടുവൊന്നുമില്ല. ഇവരൊക്കെ ഇങ്ങനെ തന്നെ കാണിക്കുള്ളൂ. ഇവരുടെ അടുത്ത് ഇങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ. കണ്ണാ കണ്ണാ. സോറി അങ്കിൾ, നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അടിച്ചായിരുന്നോ? നിങ്ങൾക്കൊരു വാട്സപ്പ് വീഡിയോ അയച്ചിട്ടുണ്ട്, ഒന്ന് നോക്കോ, യൂസ്ഫുൾ ആയിരിക്കും. ശരി മോളെ, ഇപ്പൊ തന്നെ നോക്കാട്ടോ. ഓക്കെ അങ്കിൾ. താങ്ക്സ് മോളെ. ഗുഡ് നൈറ്റ് അച്ഛാ. ഗുഡ് നൈറ്റ്. ആരാ നീയൊക്കെ? നിന്നെ പച്ചയ്ക്ക് കത്തിക്കാൻ വന്നതാ. പെട്രോൾ എടുക്കടാ. എവിടെ തോക്കാണല്ലോ. അകത്തേക്ക് വന്നാലുണ്ടല്ലോ. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ആണോ? എപ്പോ വരും നിങ്ങള്? രാവിലെ വരാം. കിട്ടിയടാ, നീ കളി തോറ്റ്. കാശ് എടുത്തു വെച്ചോ. ഹലോ കൺട്രോൾ റൂം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ 100 വിളിക്ക്, അല്ലെങ്കിൽ എന്നെ വിളിക്ക്. 95226655. ഇതാ എൻ്റെ നമ്പർ. ഈ ജോലി വിട്ടിട്ട് വല്ല പന്നി വളർന്നു തുടങ്ങണം. ഹലോ സാർ. ആരേത്? SI സാർ. ഉറങ്ങുന്ന നേരത്തെ എന്താ ശല്യം ചെയ്യുന്നേ? ഞാൻ വേലുച്ചാമിയാണ് സാറേ. കുറച്ച് ഗുണ്ടകളൊക്കെ വന്ന് എന്നെ കൊല്ലം നോക്കുന്നുണ്ട് സാറേ. ആര് വന്നാലും രാവിലെ സംസാരിക്കാം. വെക്കേ സാർ, പ്ലീസ് സാർ, എന്നെ ഒന്ന് രക്ഷിക്ക് സാറേ. എടോ, താൻ വലിയ ഹീറോ അല്ലേ? താൻ തന്നെ കൈകാര്യം ചെയ്യ്. വെക്കേ
എടാ വാതിൽ തുറക്കടാ. ആ. ആവട്ടെ. കിളവന്റെ കാര്യം എന്തായി? ബേബിനോട് പറയട്ടെ? ശരി, ബോഡി എടുത്തോണ്ട് നേരെ ആറാട്ടുകടയിലേക്ക് വാ, ഞാൻ അവിടെയുണ്ട്. എന്താ ചേച്ചി സാറേ, എന്താ ഷോക്കായോ? ഞങ്ങൾ ഷോക്കാ. നല്ലവനെ പോലെ എന്നെ പുറത്ത് വിട്ടിട്ട് പുറകിൽ നിന്ന് എനിക്ക് പണിയാൻ നോക്കിയില്ല സാറേ. ആവട്ടെ. വിജയ് എന്തു പറ്റി? അങ്കിൾ കുഴപ്പമൊന്നുമില്ല. എനിക്കൊന്നും ആയില്ലടാ. പക്ഷെ നീ എന്തിനാടാ അത് ചെയ്തേ? ഒരു സെക്കൻഡ് ലേറ്റ് ആയെങ്കിൽ ചാരമായനെ, മനസ്സിലായോ? അതുകൊണ്ട് 3 പേരെ മർഡർ ചെയ്തില്ലടാ നീ. അത് വിടെങ്കിൽ നിങ്ങളെ സേവ് ചെയ്തില്ലേ, അത് മതി. ഇനി എന്താടാ ചെയ്യാൻ പോണു? സത്യമൂർത്തി അവന്റെ പണിയാണല്ലേ. സംസാരിക്കടാ. ഇവരെല്ലാം ആ ഇവര് 3 പേരെയും ഞാനാ കൊന്നുകൾ ചെയ്ത്. എന്നെ അറസ്റ്റ് ചെയ്തോളൂ. കോടതിയിൽ ഒരുപാട് പറയാനുണ്ട്. 3 പേരെ കൊന്നിട്ട് കോടതി പോയി എന്ത് പറയാനാ? ടെൻഷൻ ആവാതെ നിൽക്ക്. എന്റെ പേരിൽ കേസ് ഇട്ടിട്ട് കോർട്ടിൽ കൊണ്ടുപോയി നിർത്തോ. എന്താണോ ടെന്നീസ് കോർട്ടിൽ പോകുന്ന പോലെ കോർട്ടിൽ കൊണ്ടുപോകുന്ന പറയുന്നത്? അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? ഹലോ സാർ, 2 മെഗാ സീരിയലിന്റെ കഥ മൊത്തം എഴുതിയിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുകയാണ് താൻ അഭിനയിച്ച 2 എപ്പിസോഡ് കണ്ടുനോക്ക്. സാർ 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 എന്നെ രക്ഷിക്കണം സാർ. ബേബിയുടെ മോനെ കൊല്ലാൻ പറഞ്ഞു സാർ. ഞാൻ പിന്നെ വിളിച്ചോളാം. വെക്ക്. എന്താടാ അപ്പനെ പോലെ ഉണ്ടായസം തുടങ്ങിയോ നീയും? മര്യാദയ്ക്ക് പോകാൻ നോക്കടാ. സാറേ, ആവശ്യമില്ലാത്ത ഈ പ്രശ്നത്തിൽ തലയിടണ്ട. അവൻ ഇങ്ങോട്ട് വിട്. എന്താടാ നിന്റെ കയ്യില്? കത്തി. ആണാ? ഇതെന്താന്നറിയോ നിനക്ക്? തോക്ക്. ഓടാ ഓടാ അവിടെ നിന്ന്. എടാ വാടാ. സാർ വളരെ നന്ദി സാർ, എൻ്റെ ജീവൻ രക്ഷിച്ചതിന് വളരെ നന്ദി സാർ. ഇതിനൊക്കെ എന്തിനാടോ നന്ദി? എന്താ ചേച്ചി സാർ, ഓൺ ചെയ്തപ്പോൾ തന്നെ ഓഫ് ചെയ്ത് കളഞ്ഞ ഒരെണ്ണമല്ലേ കണ്ടല്ലോ. അടുത്ത കൂടി കണ്ടുനോക്ക്. ആ കോളേജ് പെണ്ണിനെ റേപ്പ് ചെയ്ത് ആ സ്വർണ്ണക്കടക്കാരനെ കടത്തിയത് വേറെ എന്തായിരുന്നു എങ്കിൽ? ആ ലേഡി പോലീസിന്റെ ഒരു കഥ. ആ പ്രധാനമായിട്ടും ആ മറ്റേ പടം. അത് തന്നെ, നിങ്ങൾ സെൽഫി എടുത്തില്ല ബിറ്റ് പടം. നല്ല സെക്സി ആയിട്ടുണ്ട് സാർ. ലൈറ്റിങ് പ്രശ്നം ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ മൊത്തം ബോഡി അതിനകത്തുണ്ട്, കണ്ടുനോക്ക്. ഇതൊക്കെ തന്നെയാ കോർട്ടിൽ പറയാന്ന് പറഞ്ഞേ. ഇതൊക്കെ എങ്ങനെ? എല്ലാ പോലീസുകാരനും നിന്നെ പോലെ തെണ്ടിയാണെന്നാണോ? ഏയ്, ഡിപ്പാർട്ട്മെന്റിൽ നല്ലവരും ഉണ്ടടാ. അങ്കിൾ ഇയാളോട് ഇതൊന്നും പറയണ്ട.
നാളെ ചാനലിൽ പോയിട്ട് നല്ല ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ ബിറ്റ് ഇവിടെ അങ്ങ് ഇടണം. TRP റേറ്റ് കയറിക്കോളും. ബെസ്റ്റ് ഐഡിയ. ലൈവ് TV കണ്ടോ? കളിക്കാണ് രണ്ടുപേരും. എന്താ സാർ ഇത്? അവരാണ് വന്നത്, അവരാണ് സംസാരിച്ചത്, അവരാണ് പടം കാണിച്ചത്. അവരിപ്പോ ഏതോ TV കൊടുക്കുമെന്ന് പറയാണ്. അപ്പൊ സാറിന്റെ അല്ല സാർ. അതെ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. ധൃതി വെക്കല്ലേ. നമുക്കെല്ലാവർക്കും ഒരു ഡീൽ വെച്ചാലോ? എന്ത് ഡീല്? കൗൺസിലറെ ഞാൻ കൊന്നില്ല, ആ 3 പേരെ നിങ്ങൾ കൊന്നില്ല, ബേബിയുടെ മോനെ പെണ്ണിനെ കൊന്നില്ല, ഇതുവരെ ആരും ആരെയും കൊന്നിട്ടില്ല. മതിയോ? ഞാനാ കൊന്നേ. ഇനി എന്താ വേണ്ടേ? എല്ലാവരുടെയും പേര് 3 പ്രാവശ്യം പറഞ്ഞില്ലേ? വന്ന കാര്യം നടന്നില്ലേ? എന്നാ പോവാൻ നോക്ക്. അങ്കിൾ, അയാള് കുഴി കുത്തി അയാൾ തന്നെ കിടന്നു. ഡീൽ ഓക്കെ അല്ലേ? ഡീൽ ഓക്കെയാണ്, പക്ഷേ വേറെ ഉണ്ടാവും. ആ പണി ഈ പണി എല്ലാ പണിയും എനിക്ക് തന്നെ തന്നല്ലോ. അതിനപ്പുറം ഞാൻ അങ്ങോട്ട് എന്ത് പണിയാനാ? ഒരു പണിയില്ല. നിങ്ങളൊന്ന് പോവാൻ നോക്ക്. വാടാ പോവാ. അതെ സാറേ. സാറോ? ആര്? ഞാനോ? അതെ സാർ, അത് ഞാൻ ഈ ഡീലിനൊക്കെ സമ്മതിച്ചില്ലേ, അപ്പോ ആ മൊബൈൽ ഫോൺ. സത്യമൂർത്തി സാറേ, നീ ഡീൽ ചെയ്തതൊക്കെ ഈ ലോക്കൽ റൗഡികളുടെ അടുത്താ. ഞാൻ ആ ടൈപ്പല്ല. ബോർഡറിലെ തീവ്രവാദികളുടെ കൂടെയാ. ഇനി മുതലേ ഇതാണ് നിന്നെ കൺട്രോൾ ചെയ്യാൻ പോകുന്ന റിമോട്ട്. എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എനിക്ക് പണിത് വെച്ച ആപ്പിൽ ഞാൻ തന്നെ കയറിയിരുന്നെന്ന് പറഞ്ഞ പോലെ. അങ്കിളെ, AC ഭയങ്കര ചൂടിലാന്ന് തോന്നുന്നു. തുള്ളാതടാ തുള്ളാതടാ കളിയാട്ടമായി തുള്ളാതടാ ആടിത്തുള്ളി മനമിളകാൻ ഒരു അരുളി ചെയ്തിടാൻ കാഴ്ച വെച്ചിടാൻ കൺ തുറന്നിടാൻ അടിച്ചു തിമിർത്തിടാം തുള്ളാതടാ. എടോ ബേബി, താൻ എൻ്റെ അവസ്ഥ അറിയാതെ സംസാരിക്കുന്നേ. ആ 3 ബോഡി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ പ്ലാൻ പിടിച്ചിരിക്കുക. താനാണെങ്കിൽ എന്നോട് ആവശ്യമില്ലാതെ ഒരു ചോദ്യം ചോദിച്ചോണ്ടിരിക്കുക. അവിടെ കൊണ്ടുവന്ന് ഞാൻ കുഴിച്ചിടാൻ പോവാ. ഓൺ വെക്കണോ താൻ? അങ്ങ് എൻകൗണ്ടർ ചെയ്യണോ? 4 വർഷമായില്ലോടെ എൻ്റെ കൂടെ കൂടിയിട്ട്. പഞ്ചസാര വേണ്ടെന്ന് എനിക്കറിയാൻ പാടില്ലേ? ഹലോ അങ്കിൾ, ഇത് സംഗീതയാണ്. മാരൻ, രവീന്ദ്രൻ രണ്ടുപേരും ഉള്ളിലേക്ക് വിടും. ഓക്കെ സാർ. സാർ, സത്യമൂർത്തി സാർ, ആ ബേബി അനക്കൊണ്ട കുറച്ച് ഡേഞ്ചറസ് ആണെന്നാണല്ലോ കേട്ടത്. നിങ്ങളെപ്പോലുള്ള നല്ല ഓഫീസേഴ്സിന് അവനെ കൊണ്ട് ദ്രോഹം ഉണ്ടാവരുത്. അതുകൊണ്ട് ഈ ടീം നിങ്ങളോടൊപ്പം ഉണ്ടാവും. ചെന്നൈയിൽ നടന്ന കൂട്ടക്കൊലകളുടെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക്. ആംബുലൻസ് വിളിച്ചോ? ഇല്ല. പെട്ടെന്ന് വിളിക്കേ. പ്രമുഖ റൗഡിയായ ബേബി അനാക്കൊണ്ട തന്റെ തോട്ടത്തിൽ നടത്തിയ കൊലപാതകങ്ങളുടെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതറിഞ്ഞ പോലീസ് JCB ഉപയോഗിച്ച് എല്ലായിടത്തും കുഴി തോണ്ടി ബോഡികളെല്ലാം പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാണാതെ പോയ ഒരുപാട് പേരുടെ ബോഡി ഇവിടുന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കാണാതെ പോയ വാർഡ് കൗൺസിൽ APK മോഹൻരാജും അദ്ദേഹത്തിന്റെ മകളായ സുകന്യയുടെ ബോഡിയും പിന്നെ കാണാതായ തഹസിൽദാർ രവിരാജിന്റെ ബോഡിയും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ബേബി അനാക്കൊണ്ടയുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന രവി, വിഷ്ണു എന്നിവരുടെ ബോഡി ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പോലീസിനെ നാടിനെ നടക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബേബി അനാക്കൊണ്ടയുടെ അറസ്റ്റ് വാറണ്ട് നോൺ ബെയിലബിൾ. അവനെ പിടിച്ചകത്തിട്. എന്നെ ഇവിടെ ഇരുത്തിച്ച് ആർക്കാ ഫോൺ ചെയ്യുന്നത്? നിനക്കും എനിക്കും സ്വൈര്യം തരാത്തൊരുത്തനല്ലേ ആ മൊട്ട. അവൻ നെട്ടോട്ടോടാൻ പോവാ. ഹലോ, ബേബി എവിടെയാണോ? ഫാക്ടറിയിലാണോ? ഇടോ, അവിടുന്ന് മാറിക്കോ, അങ്ങോട്ട് പോലീസ് വരുന്നുണ്ട്. എന്താണോ കാര്യം? എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടറോ, വേഗം വേഗം. ആരാ സാർ ഇങ്ങോട്ട് കയറ്റി വിട്ടെ? ഒന്ന് പോടെ.
ആ, നാട്ടുകാർക്ക് ഞാൻ ബേബി, പക്ഷെ എനിക്ക് നീ മാത്രം ബേബി. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു ഓടി. ഇനി 2 ദിവസം നമ്മൾ രണ്ടുപേരും ജോളി. സൂപ്പർ സൂപ്പർ. എന്തൊരു മുന്നറിയിപ്പില്ല. പോലീസ് അന്വേഷിക്കുന്നത് അതുകൊണ്ടാവന. ഒന്നും പേടിക്കണ്ട, എല്ലാം താഴെയുള്ളവൻ താഴെയുള്ളവനാ? ആരാ? അയ്യോ, ഞാൻ ഈശ്വരനെയാ പറഞ്ഞ. ഈശ്വരൻ മുകളിലും താഴെയും തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ടാവും. പഞ്ച് ഡയലോഗ് ആണല്ലോ. നീ കാണാൻ മാത്രമല്ല സൂപ്പർ, നിന്റെ ഡയലോഗും സൂപ്പറാ. ഒന്ന് ചുമ്മാ ഇരി. എന്നവളെ അടി എന്നവളെ എൻ இதயத்தை தொலைத்து விட்டே யங் எந்த இடம் அது தொலைந்த இடம் அந்த இடத்தையும் மறந்து விட்டே யங் லொகேஷன் ஷிஃப்டிங் உந்தன் கால் கொலுசில் அது தொலைந்ததென்று உந்தன் காலடி தேடி வந்தே. എന്താ ഇത്, ഇന്നും പാട്ട് തന്നെയാ? നോ 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 നോ, നാടൻ കോഴി കറി വെച്ച് കൊണ്ടുപോവാ. ഭക്ഷണം ഫസ്റ്റ്, ബാക്കിയെല്ലാം നെക്സ്റ്റ്. ജോളി 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 ജോളിലോ ജിംഖാന, ജോളിലോ ജിംഖാന. ആരാ തുമ്മിയത്? ആ, താഴെയുള്ള ആളായിരിക്കും. ആ, തുമ്മട്ടെ തുമ്മട്ടെ, അങ്ങക്ക് ഗോൾഡ് ആയതായിരിക്കും. പോലീസാ പോലീസാ, ഭാവി എന്നോടെ പാതാളെന്ന് പറഞ്ഞ പോലെ. അയ്യോ, ഇനിയിപ്പോ എന്നാ ചെയ്യും ഞാൻ? താനെന്താ ഇവിടെ? ശബ്ദം ഉണ്ടാക്കലോ, പോലീസ് വന്നിരിക്കുന്നു. അപ്പൊ താനാലോടോ? എടോ, ഞാൻ തനിക്കും പോലീസിന്റെ ഇടയിൽ പെട്ട് കിടക്കാണോ? എടോ, നോൺ ബെയിലബിൾ വാറന്റുമായിട്ടാ പോലീസ് വന്നിരിക്കുന്നത്. പിടിച്ചാ പിന്നെ താൻ പുറം ലോകം കാണില്ല. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും. പോ 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 പോ. തുറക്കല്ലേ, ഞാൻ ബാക്കി കൂടെ രക്ഷപ്പെടട്ടെ, എന്നിട്ട് തുറന്നോ. ചാപ്പാടൊക്കെ വന്നിട്ട് കഴിക്കാം. ബൈ. ജാളി 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 ജാളി. ബേബിയോടെ? കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി, ഇനിയൊരു കുഞ്ഞുണ്ടായില്ല സാറേ. മാറി നിക്കടി. ബേബിയുടെ ഷർട്ടുപോലെയുണ്ട്. അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടോ? സാർ, ബേബിയുടെ ഷർട്ടാ സാർ. ശരിയാണല്ലോ, അപ്പൊ ഇവിടെ തന്നെ ഉണ്ടാവും. സാർ നമസ്കാരം. സാർ സാറെന്താ ഇവിടെ? അത് ബേബി ഇവിടെ വരുന്നൊന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. അവൻ വന്ന ഉടനെ പിടിക്കാന്ന് കരുതിയാ ഞാനിവിടെ പതുങ്ങിയിരുന്നേ. എന്നാൽ ഞാനിവിടെ ഉണ്ടാവുന്ന അവൻ മനസ്സിലാക്കി. എനിക്ക് മുമ്പേ അവൻ വന്ന് ഊരിയിട്ട ഷർട്ട് പോലും എടുക്കാതെ അവൻ ഓടിക്കളഞ്ഞു. എവിടെ പോയാലും അവനെ ഞാൻ വെറുതെ വിടൂല. പിടിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. അവനെ ഫോളോ ചെയ്യും. എന്താ സാർ അവിടെ ഇവിടെ തിരഞ്ഞിട്ട് ആളെ കിട്ടിയില്ലേ? നിങ്ങൾ ശരിക്കും അന്വേഷിക്കുന്നോ അല്ലെങ്കിൽ അതുപോലെ അഭിനയിക്കുന്നോ? സാറേ, എനിക്കൊരു 2 ദിവസം എന്താ, അവൻ എവിടെയായിരുന്നാലും അവനെ കണ്ടുപിടിച്ച് അകത്താക്കാം. ഇതാടാ ചോക്ലേറ്റ്. എന്താടാ, നിന്റെ ബർത്ത്ഡേ ആണോ? ഇല്ലടാ, എന്റെ അമ്മയുടെ കല്യാണോ. എന്താടാ, ആരാടാ ചെറുക്കൻ? സസ്പെൻസ്. അമ്മ അമ്മ, ഞാൻ വേലിച്ചാമ്മയുടെ വീട്ടിൽ പോവാ. പൊക്കോ അവിടുന്ന്. ഈ പാതിരാക്കി എന്നത്തിനാണ് അങ്ങോട്ട്? ഒന്ന് പോടാ അവിടുന്ന്, ആവശ്യമില്ലാതെ കിടന്നു. അറിയില്ലല്ലോ, അത് ഞാൻ വേലിച്ചാമ്മയുടെ വീട്ടിൽ പോയി പഠിക്കാം. ഏത് നേരം നോക്കിയാലും ഒരു വേലിച്ചാമി വേലിച്ചാമി. അങ്ങേരെ എന്നെ കൂടെ എത്രയാണ് അവ കൊടുത്തിരിക്കുന്നത്. കണ്ണാ, എന്താ രാത്രി ഇവിടെ എന്റെ വന്നിരിക്കുന്നത്? അമ്മയെ പറഞ്ഞു ഇവിടെ ഒന്ന് പഠിക്കാൻ. എന്റെ അടുത്തോ? എന്തിനാടാ? അറിയോ ഇല്ലയോ? കുട്ടിക്കാലത്ത് പഠിച്ചതല്ലടാ, മറന്നുപോയി കാണും. ഏടാ, വേലിച്ചാമിക്ക് ഒന്നും അറിയില്ലാന്ന് പറഞ്ഞ ഞാൻ എല്ലാവരുടെ മുന്നിലും നാണം കെടുത്തു. കണ്ടോ? അയ്യോ, നിനക്ക് എന്താടാ വേണ്ടത്? പ്രോമിസ്. എന്തിന്? ഇല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയും. അയ്യോ, പേടിപ്പിക്കാനുള്ളത്. പ്രോമിസ്. എന്താടാ കാര്യം? നാളെ പറയാം. ഗുഡ് നൈറ്റ്. എന്തൊക്കെയോ സസ്പെൻസ് പറയാണല്ലോ.
എൻ്റെ അമ്മേ. എല്ലാം താൻ കാരണോടോ. എന്റെ തോട്ടത്തിൽ കൊണ്ടുവന്ന് ശവം കുഴിച്ചിട്ട് അത് തോണ്ടിയെടുത്ത് എന്നെ കുഴിയിലാക്കി. എന്താണോ താൻ കാണിക്കണേ? ചെകുത്താന്റെയും കടലിന്റെ ഇടയിലായെന്ന് ആരാണ്ട് പറഞ്ഞ പോലെ ഇപ്പൊ എന്താ കാര്യം? താനിത് എന്താണോ പറഞ്ഞു വരുന്ന ബേബി? എനിക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയി. താൻ വേണേ കുറച്ചാൾ എവിടെയെങ്കിലും മാറിയെന്ന് എല്ലാം തണുത്ത് കഴിയുമ്പോ വാ. എന്നാ ഞാനൊരു 4 ദിവസം പാതാളത്തിൽ പോയി സദ്യ കൊണ്ടിട്ട് വരട്ടെ. ആദ്യം കിളവന്റെ പണി തീർക്ക്. എന്നോട് നാട് വിട്ടു പോവാനോ? എല്ലാത്തിനെയും തീർത്ത് കളയും ഞാൻ. ഡാഡി, ആദ്യം ആ മീഡിയക്കാരനെ തീർക്കണം. ആ കളവൻ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ഊതിപ്പെരിപ്പിച്ച് ബോംബ് പോലെ പൊട്ടിക്കുക. നമ്മളെ കുറിച്ച് ചാനലിൽ ന്യൂസ് കൊടുത്ത് നാണം കെടുത്തിക്കൊണ്ടിരിക്കുക. അതേടാ. എടോ, നമ്മുടെ സീക്രട്ട് എങ്ങനെ പുറത്തു പോയേ? ആദ്യം അത് കണ്ടുപിടിക്ക്. ഒരു ടെറസിലുണ്ടാവും സാർ. എവിടെ അവര്? ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അതിനുള്ളിൽ രക്ഷപ്പെട്ടോ? എടോ, താൻ ആ വണ്ടി സൈഡിലേക്ക് എന്തിനാ സാർ? സൈഡിലേക്ക് നിർത്തറോ. തന്റെ ഫോണൊന്ന് എടുത്തേ. എടോ, തന്റെ ഫോൺ എടുക്കാൻ. എന്നാ പോ. വിജയകുമാർ, താൻ റിസ്ക് എടുത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസാ കൊണ്ടുവന്നേ. തന്നെ വെറുതെ അനുമോദിക്കാതെ ഇവിടുത്തെ ചീഫ് എഡിറ്ററായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. താങ്ക് യു സർ. ബെസ്റ്റ് ഓഫ് ലക്ക്. വിജയ് വിജയ് കുമാർ, really awesome. താങ്ക് യു. താങ്ക്സ്. സ്വീറ്റ് ഹാർട്ട് ഡാർലിംഗ്. എന്തായി കാണിക്കുന്നത്? കണ്ടാ മനസ്സിലാവില്ലേ? കള്ളു കുടിച്ചോണ്ടിരിക്കുക, അല്ലാതെ ആർക്കും ഉമ്മ കൊടുക്കുമല്ല. ഓ, അതാണോ പ്രശ്നം? ഇവിടെ നോക്ക്, ഞാൻ ചാനലിൽ ജോലി ചെയ്യാം. ഇപ്പോൾ പ്രമോഷനും കിട്ടി. ഫ്രണ്ട്സൊക്കെ കൺഗ്രാറ്റ്സ് ചെയ്യാൻ വേണ്ടി വന്നാ. അതിലൊരു പെണ്ണ് പെട്ടെന്ന് പിടിച്ച് കിസ് ചെയ്തു. അത് ഫ്രണ്ട്ലി ആയിട്ട്. ഇതൊരു തെറ്റാണോ? എനിക്ക് ഒരു ദിവസം പ്രമോഷൻ വരും, എന്നെ ഒരുത്തം പിടിച്ച് കിസ് അടിക്കും. ഫ്രണ്ട്ലിയാ, ഓക്കെ ആണോ? എന്താ പറഞ്ഞ? ഇത് രണ്ടും ഒന്നാണോ? മനസ്സിലായില്ല. ഏയ്, നിന്റെ ഭർത്താവാടി ഞാൻ. ഓ, അതാണോ പ്രശ്നം? എടാ മോനെ, താലിയൊക്കെ ഒരു മാറ്ററാണ്. നീയൊക്കെ യൂത്തല്ലേ? ഇപ്പോഴത്തെ പെൺപിള്ളേരൊക്കെ കിടക്കുമ്പോൾ താലി കുത്തുകയെന്നും പറഞ്ഞ് താലി ഊരി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു നെക്ലേസ് പോലെ എടുത്തങ്ങിടും. ഇതിനൊക്കെ നീ താലി അടിച്ചത് പോട്ടെ നോക്കാം. വെള്ളം അടിക്കാം അങ്കിൾ. സബാഷ്, നീ യൂത്താ മോളെ. ഡെയിലി വാട്സപ്പിൽ വരുന്ന കണ്ടില്ലേ? ഈവനിങ് ആയ പെൺപിള്ളേരൊക്കെ നിരന്ന് നിൽക്കുക കടയിൽ. പയ്യന്മാർക്കൊന്നും സാധനം കിട്ടുന്നില്ല, അറിയോ? ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല അച്ഛാ, വെറുതെ ആക്ട് ചെയ്തതാ. അങ്കിൾ, ഇത് സെറ്റ് ആവൂല അങ്കിൾ. എനിക്കൊരു നല്ല ലോയർ വേണം. അവൻ എന്ത് പറയാനാ? ഞാൻ പറയുന്നു, ഞങ്ങൾ വേർപെടുത്തിയ അച്ഛാ. ഒറ്റയ്ക്ക് ജീവിച്ചോളാം ഞാൻ. നിങ്ങളെ ഉപദേശിക്കുന്നതൊന്നും ഇഷ്ടമല്ലല്ലോ. കണ്ണാ, ഒരു പേനയും പേപ്പറും എടുത്തിട്ട് വേണം. അവിടെ ഇരുന്ന് ഞാൻ പറയുന്നത് എഴുത്. ഞങ്ങൾ രണ്ടുപേർക്കും കല്യാണം എന്ന ചടങ്ങിൽ ഒരു വിശ്വാസവും ഇല്ല. ഞങ്ങളുടെ പ്രണയം വെറും ഇൻഫാക്ച്വേഷനാണ്. ഞങ്ങളുടെ പ്രണയം നുണയാണ്. ഞങ്ങൾ ജീവിച്ചത് നുണയാണ്. ഇത്തരം ആചാരങ്ങളിലൊന്നും ഞങ്ങൾക്ക് യാതൊരു വിശ്വാസവും ഇല്ല. എഴുതി കഴിഞ്ഞോടാ. എഴുതി. ഭാര്യയ്ക്ക് തഞ്ചാവൂർ ബൊമ്മ പോലെ ഭർത്താവ് തലയാട്ടിക്കൊണ്ടിരിക്കണം. അതുപോലെ ഭർത്താവിനൊരു ഭാര്യ ഒരടിമയെപ്പോലെ നിൽക്കണം. നിങ്ങളാണ് കല്യാണം എന്ന ഈ വൃത്തികെട്ട കാര്യം ചെയ്യിക്കുന്നത്. നിങ്ങൾ തന്നെ ഞങ്ങളെ വേർപ്പെടുത്തി ഈ ഒരു നല്ല കാര്യത്തെ ചെയ്തു തരണം. ഇനി മുതൽ ഞങ്ങൾ രണ്ടുപേരും കാണത്തില്ല, സംസാരിക്കത്തുമില്ല. എഴുതി കഴിഞ്ഞാ? ഇനി ഞാൻ വേറെ, അവൾ വേറെ. ഞങ്ങൾ തമ്മിൽ ഇനി യാതൊരുവിധ ബന്ധവുമില്ല. ഇന്നു മുതൽ ഞങ്ങൾ രണ്ടുപേരും സോറി ഡാ, ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല. സോറിടാ, ഞാൻ ഇനി താലി അഴിച്ചു വെക്കില്ല.
സോറി വിജയ് കുമാറേ, വേണമെങ്കിൽ രാത്രി എന്നെ തിരിച്ചടിച്ചു. മോളെ. കുഴപ്പമില്ലല്ലോ. ഓ സോറി. ഇതിലൊരു ഒപ്പിടുകയാണെങ്കിൽ കാര്യം കഴിയും. ഒപ്പിടാനോ? എന്തിന്? എന്തായത് നിങ്ങളല്ലേ പിരിച്ചു തരണമെന്ന് പറഞ്ഞത്? ഞങ്ങളതിന് വന്നിട്ടില്ലല്ലോ ഇങ്ങോട്ട്. അതെ, നിങ്ങളാരാ? എന്റെ പൊന്നു. ഒരുമിപ്പിച്ചാല് ട്രീറ്റ് തരാ. ഒരു അരമണിക്കൂർ സമയം താങ്കൾ വന്നിട്ട് തരാം. വേലിച്ചാമി, നിങ്ങളെ പറ്റിച്ചിട്ട് പോവാ. പ്രൊമോഷൻ കിട്ടിയതിന് 5 സ്റ്റാർ ഹോട്ടലിൽ ട്രീറ്റ് തരുന്നു വിചാരിച്ചപ്പോ ഇവിടെ കൊണ്ടുവന്നാണോ തരുന്നേ? ഇത് മൾബറിസ് ചിക്കൻ അങ്കിൾ, ഒന്ന് കഴിച്ചു നോക്ക്. വിജയ്, റിയലി സൂപ്പർ. ഇതിൽ സൂപ്പറായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. എന്താ പറ? ചെന്നൈയിൽ വന്നപ്പോൾ വേറെ ഒരിടത്തും ജോലി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ മീഡിയയിൽ ചേർന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് മീഡിയക്കാരൻ്റെ പവർ എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ഇതുവരെ നമ്മൾ 2 പേരും കൂടി ചേർന്ന് 3 പേരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്താൽ ചെന്നൈയിൽ ഒരു റൗഡി പോലും ഇല്ലാതെ നമുക്ക് ശരിയാക്കാം. ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിക്കാൻ നോക്ക്. അങ്കിൾ, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നേ. ഞാനും സീരിയസ് ആയിട്ടാ പറയണേ, കഴിക്കാൻ നോക്ക്. അച്ഛാ, നിങ്ങളുടെ പവർ എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല അച്ഛാ. എത്ര യുവാക്കൾ അച്ഛനെ ഫോളോ ചെയ്യുന്നതെന്ന് അറിയോ? ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് വേണ്ടി ഫാൻ പേജ് തന്നെയുണ്ട്. ആ പവർ വേസ്റ്റ് ചെയ്യല്ല അച്ഛാ. അതും അറിയാം. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളെയൊക്കെ ഇതിൽ ഇറക്കി കൊണ്ടുവന്നിട്ട് ആ റിസ്ക് വേണോടാ. എന്ത് റിസ്ക് അങ്കിൾ? കല്യാണത്തിൽ നിന്ന് താലി കെട്ടുന്ന സമയത്ത് എടുത്തോണ്ട് വന്ന ഇവളുടെ അച്ഛനുണ്ടല്ലോ, കയ്യിൽ വടിവാള്, ബാക്കിൽ വടിവാള്, മീശയിൽ വടിവാള്, അതും വെച്ചാൽ എന്നെ ഓടിച്ചിട്ടത് അവിടെ ഇവിടെയൊക്കെ. റിസ്ക് എടുക്കണം അങ്കിൾ. റിസ്ക് എടുക്കാതെ എന്ത് ലൈഫുള്ളത്? അങ്കിൾ, എൻ്റെ മീഡിയ പവറും പിന്നെ അങ്കിളുടെ ഈ മിലിറ്ററി ബുദ്ധിയും ഇത് രണ്ടും ഒന്നായി ചേർത്താണ്ടല്ലോ, പിന്നെ കളത്തിൽ ഇറങ്ങിയാൽ മതി. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഒരു കൊച്ചുമോനെയും കൊച്ചുമോളെയും തരാൻ നോക്കടാ. ആ കിണ്ടാമണ്ടിയൊക്കെ നമുക്കെന്തിനാ? എന്താ നിങ്ങൾ ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ സംസാരിക്കുന്നത്? കിളവനും മീഡിയക്കാരനും എവിടാ? ഏയ്, എന്റെ വേലിച്ചാമിയെ കിളവനെന്ന് വിളിച്ചാണ്ടല്ലോ എനിക്ക് നല്ല ദേഷ്യം വരും. നീ കിളവൻ, നിന്റെ അച്ഛൻ കിളവൻ, നിന്റെ കുടുംബം മൊത്തം കിളവന്മാരാ. വേലിച്ചാമിയെ കിളവെന്ന് വിളിച്ചാണ്ടല്ലോ. എന്താടി? എന്നാടാ എന്തിനാ എന്റെ കൊച്ചിനെ അടിക്കുന്നേ? നിനക്ക് എന്നാത്തിന് കേടാടാ? നോക്ക്, അവനെ തൊട്ടാലേ നിന്റെ എല്ലാം ഞാൻ ഊരിയെടുക്കും. സംസാരിച്ചാലുണ്ടല്ലോ, ഒരാളുടെ വീഡിയോ വെച്ചാൽ എങ്ങനെയാണ് മറുപടി പറയാ? അതിപ്പോ നിന്നോട് പറയേണ്ട ആവശ്യം എന്താടാ? വേണമെങ്കിൽ പോയി അന്വേഷിക്കടാ, പോടാ. ചേകത്താ എന്റെ കൊച്ചിന്റെ മേലെ കൈ വെച്ചേക്കുന്നു. എന്റെ ചെറുക്കാ, ഡാ പള്ളിക്കൂടത്തിൽ പോവാൻ സമയായി. എന്നാടാ? എടാ മോനെ, എടാ മോനെ, അയ്യോ ചോര, അയ്യോ മോനെ, 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 ഇരിക്കണം മോനെ, അമ്മയെ കളിപ്പിക്കലടാ മോനെ, 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 എന്റെ മോനെ, എന്റെ മോനെ പറ്റി. രണ്ടുപേരും എസ്കേപ്പ് ആയല്ലോ. ചത്തം തോന്നുന്നു. ഇവിടെ നിന്ന പ്രശ്നമാവും. വിട്ടുകൊടുക്കടാ. എന്റെ കൊച്ചിനെ എന്താണ് ചെയ്തത്? ആരല്ലേ എന്റെ കൊച്ചിനെ രക്ഷിക്കണേ? അയ്യോ, അയ്യോ, എന്റെ കൊച്ചിനെ രക്ഷിക്കണേ. എൻ മകനെ എന്നിൽ നീ മായല്ലേ മറയല്ലേ, എൻ മകനെ എന്നിൽ നീ മായല്ലേ മറയല്ലേ, കണ്ണിമയായി നീയകലെ വന്നിടുമോ ചാരത്തായി. അകലെ പോയോ മകനെ പോയോ,
കയ്യെത്താ ദൂരത്തായി മറിഞ്ഞിടല്ലേ ഹൃദയം നുകരും നിമിഷം ഇനിയും തകരുമീ നേരമോ മറഞ്ഞോ നീയേ എന്നരികിൽ വന്നോ ചിരിമാഞ്ഞ നേരത്തായി വെൺപകലിൻ നേരത്തായി വിട പറഞ്ഞു പോയോ നീ വേൽച്ചാമി നിങ്ങൾ 100 വർഷം ജീവിക്കണം. ദൈവത്തിന് 100 തേങ്ങ ഉടയ്ക്കാം. മകനേ നീയോ ചെയ്ത കർമ്മമെല്ലാം മറിമായമെന്നാലോ നെഞ്ചിലാകെ ഇന്ന് കണ്ട സ്വപ്നമെല്ലാം തീരുമോ ഇന്നീ ദുഃഖം സ്നേഹത്തിൻ വാക്കിതോ മൗനമെന്ന് ഇനിയും കൺമഷിയായി പടരും ലാളനയോ എൻ മകനോ നീയോ നീയകലേ ഇപ്പോ ഒറ്റക്കുയിലായി എങ്ങു പറന്നേ ചെയ്ത പാപമെല്ലാം പൊയ്യാണേ എന്നെ വിട്ട് നീ പോകല്ലേ തൊട്ടതല്ല നീ പൊന്നാക്കും മകനെ അകലേ പോയോ നീ എൻ മകനെ എന്നിൽ നീ അദ്ദേഹം എന്റെ ഫ്രണ്ടാ, ഞാൻ അങ്ങനെ വിളിക്കുള്ളൂ. എൻ മകനെ എന്നിൽ നീ മായല്ലേ മറയല്ലേ നീ വേൽച്ചാമി റെഡിയാണോ? പറ്റിച്ചതാണ് നിങ്ങളെ. എന്റെ വേലിച്ചാമി വെളിയെ വിട്ടില്ലെങ്കിൽ ഞാൻ താഴെ ചാടി ചാകും. AC അകത്തുണ്ടോ? മുകളിലുണ്ട്, കയറി ചെല്ല്. ആ വാ 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 നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? അവനെ പിടിച്ച് അകത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഏരിയയിൽ ആ ചെറിയ പയ്യനെ കൊന്നില്ലേ, ആ ബേബിയുടെ മോൻ അഴകരാജൻ, അവനെ തന്നെ. അതിന് ഞങ്ങൾ കംപ്ലൈന്റ് തന്നില്ലല്ലോ സാർ. നിങ്ങൾ കംപ്ലൈന്റ് തന്നാൽ എന്താ, തന്നില്ലെങ്കിൽ എന്താ? അവൻ കൊലപാതകം ചെയ്തു, ഞാൻ ആക്ഷൻ എടുത്തു. കംപ്ലൈന്റ് കൊടുക്കാതെ വെറുതെ FIR എഴുതാൻ പറ്റില്ല, അറിയോ? അതെന്താ അങ്ങനെ? സാർ അതൊന്നും വേണ്ട സാർ. നിങ്ങൾ കടമയെന്നും പറഞ്ഞ് അവനെയൊക്കെ പിടിച്ച് അകത്തിടും, പിന്നെ ആരെങ്കിലും കാതുകുത്തോ കല്യാണോ വന്നാൽ അവനെ പിടിച്ച് പുറത്തു വാക്കും, പിന്നെ അവൻ ഞങ്ങളുടെ ഏരിയയിൽ വന്ന് അടുത്ത പിള്ളേരെ കൊല്ലും. ഇതിനൊക്കെ ആവശ്യമുണ്ട് സാർ. അവനെ പുറത്ത് വിട്ടേക്ക് സാർ. സാർ നിങ്ങൾ പറയുമ്പോൾ അകത്തുള്ളവനെ പുറത്താക്കാനും പുറത്തുള്ളവനെ അകത്ത് കയറ്റാനും ഞാൻ നിങ്ങളുടെ വീട്ടിലെ ഗേറ്റിൽ നിൽക്കുന്ന ഗൂർഖയല്ല, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. അവനെ പുറത്തു വിടാൻ പറ്റില്ല. അപ്പൊ വിടൂലല്ലേ? വിടാൻ പറ്റില്ലെന്നും മലയാളത്തിലല്ലേ പറഞ്ഞ, മനസ്സിലായില്ലേ? ഇതെന്താന്ന് മനസ്സിലായോ? മനസ്സിലായി സാർ. എന്റെ ജാതകവും തലയിലെഴുത്തും എല്ലാം മാറ്റാൻ പറ്റിയ റിമോട്ട്, അതല്ലേ സാധനം. ഇപ്പൊ അവനെ പുറത്തു വിടണം, അത്രയല്ലേ ഉള്ളൂ. സാർ AC അവനെ തുറന്നുവിടാൻ പറഞ്ഞു. താങ്ക് യു സാർ. ഓക്കെ, ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാം. ഹായ് കളവ, ബൈ, കാണാട്ടോ. അനിയ ബോളില്ലാതെ 6 അടിക്കാം. ഇതിന്റെ പേരാണോ എൻകൗണ്ടർ? വെറുതെ വിട്ട പോലെ വിട്ട് കൊന്നു കളഞ്ഞു. ഞാനെപ്പോ കൊന്ന്? അഴകരാജ ലോക്കപ്പിലായിരിക്കുന്ന സമയത്ത് രക്ഷപ്പെടാൻ നോക്കിയതിന്റെ പേരിൽ ലോക്കപ്പിൽ നിന്ന് പുറത്തു പോകുന്ന വഴി അസിസ്റ്റന്റ് കമ്മീഷണർ സത്യമൂർത്തി അയാളെ എൻകൗണ്ടർ എന്ന പേരിൽ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. AC സത്യമൂർത്തിയുടെ ഈ എൻകൗണ്ടറെ തുടർന്ന് എനിക്ക് സന്തോഷമായി. സത്യം എല്ലാ മീഡിയയിലും തൻ്റെ ന്യൂസാ. മരിച്ചു പോയില്ലേ ആ റാസ്കൽ അഴകരാജ, അവൻ്റെ പേരിൽ കൊള്ള കൊല റേപ്പ് അങ്ങനെ 6 കേസുണ്ട്. അതിനൊന്നും തെളിവില്ലാതെ ഡിപ്പാർട്ട്മെന്റ് കഷ്ടപ്പെടായിരുന്നു. എന്തായാലും നന്നായി, നിങ്ങളുടെ എൻകൗണ്ടർ കാരണം അതിനൊരു അവസാനം ഉണ്ടായി. ഐ ഫീൽ വെരി പ്രൗഡ്. കുഴപ്പമില്ല സാറേ. ആ സത്യമൂർത്തി സാറേ, ഒരു കാര്യം കൂടി, ബേബി ഉറപ്പായും മകൻ്റെ മരണച്ചടങ്ങിൽ വരും. അവൻ അവിടെ വെച്ച് പൊക്കിക്കഴിഞ്ഞാൽ സിറ്റിയിലെ മൊത്തം ക്രൈം കുറയും. മഫ്റ്റിയിൽ നമ്മുടെ ആളുകൾ വെച്ചേക്ക്.
ഹലോ, ആ പറയേ. പോലീസുകാർ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. വേഷം മാറിയിട്ടായിരിക്കുന്നത്. നിങ്ങളെക്കാനും വന്ന് നിങ്ങളെ കൈയോടെ പൊക്കാൻ വേണ്ടിയിരിക്കുന്നത്. നമ്മുടെ കൊച്ചിനെ കൊന്നോന്റെ കഴുത്തറക്കാതെ പീടി കൊടുത്തു പോരുത്. അവനെ ജീവനോടെ വെച്ചേക്കല്ലേ. ശരിയെന്നാ. ബേബി ബേബി എടാ ഓടാ ഇവിടെ. കുനിയടോ. എന്താണ് ചെയ്യാൻ പോകുന്നത്? നിന്നെ എടോ, എന്നെ പോലീസ് ബുദ്ധി കാണിച്ചില്ലേ? എന്റെ മോന്റെ മുഖം പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാനിതെങ്ങനെ സഹിക്കും? അവന്റെ മുഖം പോലും എനിക്ക് കാണാതാക്കിയില്ലടാ. എടോ ഇരിക്ക്. ഇവിടെ നോക്ക്, ഞാൻ ഇതുവരെ ആരുടെയും കാല് പിടിച്ചിട്ടില്ല. ഇന്ന് തന്റെ കാല് പിടിക്കുക. ഞാനൊന്നും ചെയ്തിട്ടില്ല. അറിയാടോ, അവൻ സേഫ് ആയിരിക്കാനാ തന്റെ അടുത്താക്കിയേ. സത്യമായിട്ട് അതിനു വേണ്ടിയാ ഞാൻ അവനെ പിടിച്ച് അകത്താക്കിയേ. അപ്പോഴത്തേക്കാ കിളവൻ കയറി വന്ന് പെട്ടെന്ന് തോക്കെടുത്ത് ആ ചെറുക്കൻ്റെ നേരെ വെടിവെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? അതുവരെ താൻ അതെ ഇരിക്ക്. എനിക്ക് ഒരേ ഒരു ദിവസം സമയം താ. അവന്മാരെ രണ്ടുപേരെ പിടിച്ച് അകത്തിട്ട് എല്ലി വെള്ളമൊക്കെ ഞാൻ. താനൊരു കോപ്പം ചെയ്യണ്ട, എന്താന്ന് എനിക്കറിയാം. ബേബി ഇരിക്ക്. ആവേശം കാണിക്കല്ലേ, ഞാൻ പറയുന്ന കേൾക്ക്. നീ ഇപ്പൊ പുറത്തു പോയാൽ അത് പ്രശ്നമാകും. ഇവിടെ നോക്ക്, ഞാൻ നിന്റെ പണം ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. അതിനുള്ള നന്ദി കൊണ്ട് പറയാൻ നോക്കിക്കോ. ദയവേ ഇതൊന്ന് സമാധാനിക്ക്. ഞാൻ നിന്നോട് അപേക്ഷിക്കുക. എന്താണ് ചെയ്യണ്ടേ? അവന്റെ തല എടുത്തോണ്ട് വാ. കൊണ്ടുവരുന്നവന് 1 കോടി തരാം. ആരാ പോന്നേ? എടാ കുമാര, നീ പോകുന്ന? അണ്ണാ, എനിക്ക് സീമന്തണ്ണന്റെ വീട്ടിൽ പോണോ അണ്ണാ? എന്താന്നേ? അല്ലാണ്ട എന്റെ ഭാര്യ ഗർഭിണിയാ. എടാ ബാല, നീ നാട്ടിൽ എന്റെ മുറപ്പെണ്ണ് എന്നെ തന്നെ കല്യാണം കഴിക്കുന്നു കിണറ്റ് ചാടിയണ്ണ. ഞാൻ തന്നെ പോയി രക്ഷിക്കണോണ്ണ. ഞാൻ പോണം. എടാ നീ ഇന്നലെ കഴിച്ച ഫുഡ് ശരിയായില്ല അണ്ണാ. രാവിലെ തന്നെ 10 തവണ പോയി. നല്ല വയറുവേദന അണ്ണാ. ഒന്നുകൂടെ പോയിട്ട് വരാണ്ണ. അണ്ണാ, ഒന്നും വിചാരിക്കണ്ട. നമ്മുടെ പയ്യനെ കൊന്നില്ലേ, അതാ പിള്ളേർക്കൊക്കെ ഒരു പേടി വന്നേ. അതാ ഇങ്ങനെ നടക്കുന്നേ. ഹലോ, ഫോണിനാ ഹലോ പറയണേ. ഇയാള് ഭയങ്കര അഭിനയമാണല്ലോ, കണ്ടില്ലേ? നമ്മുടെ ഈ സ്ഥലം പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ടാ. പിള്ളേർ ഈ വഴിയാ ഇന്ന് സ്കൂളിലേക്ക് പോകുന്നത്. 2 ദിവസമായിട്ടാ തുറന്നു കിടക്കണേ. ആദ്യം ഇതെടുത്ത് ന്യൂസിലിടണം, എന്നാലേ ഉമ്മാർക്ക് മനസ്സിലാവുള്ളൂ. ഹായ് ആനന്ദി, എന്തൊക്കെയുണ്ട്? എനിക്ക് സുഖാണ്. നിന്റെ ഫ്രണ്ട് അവൻ കൂടെയുണ്ടോ? അവ എപ്പോഴത്തെ പോലെ 7 മണിക്ക് തന്നെ പോയല്ലോ. അച്ഛാ, ഇത്രയും നേരമായിട്ട് അവൻ തിരിച്ചു വന്നിട്ടില്ല അച്ഛാ. ഫോൺ വിളിച്ചു നോക്ക്. ചെയ്തു അച്ഛാ, പക്ഷെ നോട്ട് റീച്ചബിൾ ആണ്. ചാർജ് കഴിഞ്ഞു പോയതായിരിക്കുമോ? ഓഫീസിൽ ലാൻഡ്ലൈനിലേക്ക് വിളിച്ചു നോക്ക്. ഓഫീസിൽ വിളിച്ചു നോക്കിയ അച്ഛാ, 7 മണിക്ക് ഇറങ്ങിയെന്നാ പറഞ്ഞത്. 7 മണിക്ക് അവിടെ നിന്ന് പോന്നിട്ടും ഇതുവരെ എത്തിയില്ലേ? എവിടെ പോയി കാണും? അച്ഛാ, എന്താ അച്ഛാ ചെയ്യുന്നേ? അവനെ പോയി നോക്കിട്ട് വരാന്ന് പറഞ്ഞ് ഇവിടെ ലാപ്ടോപ്പിന്റെ മുന്നിൽ എന്താ ചെയ്യുന്നേ? ഒന്നുമില്ല, നോക്കി.
അതായത് സെൽഫോൺ മിസ്സായി വെള്ളത്തിൽ വീണതെന്ന് തോന്നണേ. അത് ശരിയാക്കാനായിട്ട് സർവീസ് സെൻറ്ററിൽ കൊടുത്തിരിക്കുക. അത് മേടിച്ചിട്ട് അവൻ വരും. നീ പോയിക്കോ, അവൻ വരും. വരുമല്ലോ അല്ലേ? ഓക്കെ അച്ഛാ. ഓക്കെ. പറയങ്കിൾ. മോളെ സംഗീതേ, എനിക്കൊരു അർജന്റ് ഹെൽപ്പ് വേണമല്ലോ. ആ, ഇന്ന് അച്ഛൻ വീട്ടിലുണ്ട്. അച്ഛനെ ഞാൻ കൊടുക്കാം അങ്കിൾ. പെട്ടെന്ന് തന്നെ കൊടുക്കും മോളെ, പ്ലീസ്. അച്ഛാ. എന്താ മോളെ? അർജന്റായിട്ട് വേലു അങ്കിളിന് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. പറയൂ സാർ, ഞാൻ സംഗീതയുടെ അച്ഛനാ. സാറേ നമസ്കാരം. സാറേ നമസ്കാരം. സാർ, നിങ്ങൾ എനിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇന്ന് ഒരുത്തൻ വിജയകുമാറിനെ തട്ടിക്കൊണ്ടുപോയി സാറേ. അവൻ്റെ ഫോട്ടോ ഞാൻ വാട്സപ്പിൽ അയക്കാം. അവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് തരാമോ? ഉറപ്പായും സാർ. സാർ, അവൻ്റെ പേര് കാടൻ രവി. അവൻ ബേബി അനാക്കോണ്ടയുടെ അനിയനാ. ചന്ദനക്കടത്ത് കേസിൽ അവൻ ജയിലിലായിരുന്നു. ഇന്നലെ രാത്രി അവൻ ജയിൽ ചാടി. അവനാ ഇത് ചെയ്തത്. സിറ്റിയിൽ അവൻ താമസിക്കുന്ന ഏരിയ കുറച്ച് മോശമാണ് സാർ. രവിപുരം ടെമ്പിൾ റോഡ്, ഹൗസ് നമ്പർ 10. എന്നാ രവിയുടെ വീട് ഇത് തന്നെയല്ലേ? അതെ, ഇവിടെ തന്നെയാ. അകത്തുണ്ടോ? ഇവിടെ എങ്ങുമില്ല. എവിടെയാ ഉണ്ടാവുക? അയാൾക്ക് 1ഉം 2ഉം ഭാര്യയൊന്നും അല്ലല്ലോ. എവിടെ ഇരിക്കണേന്ന് ആർക്കറിയാം. എവിടെയെങ്കിലും ചുരുണ്ട് കൂടി കിടക്കുന്നുണ്ടാവും. ആ ബീച്ചിന്റെ അടുത്തെങ്ങാനും പോയി നോക്ക്. വല്ല പെണ്ണുങ്ങളെയും കൊണ്ട് കിടക്കുന്നുണ്ടാവും. എപ്പ നോക്കിയാലും ആരേലും ഒക്കെ ഇങ്ങനെ അന്വേഷിച്ച് വരും. ഇത് ഫോറിൻ കാർ എഞ്ചിന് കൂടെ പോര് മന്മത. ഇത് ഫോറിൻ കാർ എഞ്ചിന് കൂടെ പോര് മന്മത. ഇത് ഫോറിൻ കാർ എഞ്ചിന് കൂടെ പോര് മന്മത. കൂടെ പോരാൻ വന്നവളാ ഞാൻ, കൂടെ കൂടാൻ വന്നവളാ. പ്രേമരാഗം മൂളുക നീ എൻ ചാരത്ത് വന്നല്ലോ എൻ പ്രിയനേ. ഈ മാനം തെളിഞ്ഞ നേരം മൗനമോ, നിന്നെ തേടുന്ന നേരത്ത്
വിജയകുമാറിനെ എന്തിനാണ് പൊക്കിയത്? ആര് പറഞ്ഞിട്ടാ പൊക്കിയെ? എവിടെയാ കൊണ്ടുപോയി വച്ചേക്കണേ? പറയടാ. പറയില്ലാലേ? ഓക്കെ. അപ്പൻ മകൻ സുബ്രഹ്മണ്യം ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നു. ആ സ്റ്റൈലിൽ നിന്നെ ഡീൽ ചെയ്യാം. ഓക്കെ ആണോ? തുപ്പാക്കി പടം കണ്ടോ നീ? ഇളയ ദളപതി വിജയ് അഭിനയിച്ച തുപ്പാക്കി എന്ന സിനിമ കണ്ടിട്ടുണ്ടോടാ നീ? നാറി. കണ്ടിട്ടുണ്ട്. അതിനെന്താ? അതെന്തായാലും നന്നായി. ഇനി ഒരിക്കൽ കൂടെ ആ പടം ഒന്ന് കാണും. நாங்க அப்பன் பேச்ச கேட்க மாட்டோம், அது வயசு. ஆனா அதே அப்பனுக்கு ஏதாவது பிரச்சனைன்னு வெயி, எவன் பேச்சும் கேட்க மாட்டோம், பிரிச்சு மேஞ்சிருவோம். നായകൻ ഇവനോ നായകൻ അവൻ തുടങ്ങിയാൽ പിന്നെ ഒടുങ്ങുമോ ഈ പ്രപഞ്ച ശക്തിയെ തിരയടാ. നായകൻ ഇവനോ നായകൻ അവൻ തുടങ്ങിയാൽ പിന്നെ ഒടുങ്ങുമോ ഈ പ്രപഞ്ച ശക്തിയെ തിരയടാ. பஸ்ஸில் இருந்த அந்த சின்ன ஸ்கூல் குழந்தைங்க ஒன்று என்னடா பண்ணாங்க? ഞാൻ പറയാം. പ്രധാന വാർത്തകൾ. അസിസ്റ്റന്റ് കമ്മീഷണർ സത്യമൂർത്തിയുടെ വീരധീര എന്താടാ ഇത്? നമ്മളിവിടെ ഇരിക്കല്ലേ, ഇവൻ എന്തിനാ ഇപ്പൊ എന്നെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? പ്രധാന റൗഡിയായ ബേബി അനക്കൊണ്ട വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ബേബി അനക്കൊണ്ടെന്നെ മരിച്ചതിനെ കണ്ടെന്നാ? ആരെങ്കിലും എന്റെ പേരിൽ എന്തെങ്കിലും ചെയ്തു കാണോ? സാറിന്റെ പേരാണെങ്കിലും ആരുടെ പേരാണെങ്കിലും ഇപ്പൊ എന്താ? ഇതിന്റെ പേരിൽ കുറെ ചതി കിടക്കുന്നുണ്ട്. മീഡിയക്കാർ പെട്ടെന്ന് വന്ന് ഓരോരോ ചോദ്യം ചോദിച്ച് സാർ എന്ത് മറുപടി പറയും? നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോവാം. അങ്ങനെയാണ് കാര്യം. അങ്ങനെ ആയാലും ഇങ്ങനെ ആയാലും സാറ് വാ. എന്തിനാണ് സാറേ ഇറങ്ങി വാ. എന്താന്ന് പറയടോ. സൂപ്പർ സാർ. നോക്കേ എന്തിനാണ് അടിച്ചേ? സാർ എന്താ അടി അടിച്ചത്? ഞാനെപ്പ അടിച്ചെന്ന്? ഈ നാടിന് വലിയൊരു ആശ്വാസമാണ് കൊണ്ടുവന്നത്. എന്താടാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മലയാളത്തിലല്ലേ പറയണേ? തന്റെ വയറിനകത്ത് മാത്രമുള്ള തന്റെ തലക്കകത്തൊന്നുമില്ലേ? എന്താ ഏതാന്നൊരു പിടിയും കിട്ടുന്നില്ല. അതിന്റെ ഇടയ്ക്ക് അയാളുടെ തമാശ. ചെയ്യുന്നതിനിടയിൽ അസിസ്റ്റന്റ് കമ്മീഷണറുടെ വലത് കൈയിൽ വെടികൊണ്ട് ഏറ്റതായി വിവരം ചാനലിന് ലഭിച്ചു. എന്റെ കയ്യിലെ വെടിയുണ്ട്. എന്തിനാണ് എന്റെ നോക്കിട്ട് എന്നെ വെടിവെച്ചേ? സാറിന് അറിവുണ്ടോ, ബുദ്ധിയുണ്ടോ, ചിന്താശേഷിയുണ്ടോ? സാറിന് ആരെ ഏസിയാക്കിയത്? ഇതൊക്കെ സത്യമാവണ്ടേ? അത് മാത്രമല്ല, കടുത്ത പോരാട്ടത്തിനൊടുവിലാണ് അവരെ വകവരുത്തിയത്. അസിസ്റ്റന്റ് കമ്മീഷണർ നിരവധി പരിക്കേറ്റതായി വിവരം ലഭിച്ചു. അസിസ്റ്റന്റ് കമ്മീഷണർ സത്യമൂർത്തിയെ നഗരത്തിലെ പ്രമുഖ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ജീവന് ഭീഷണിയായതുകൊണ്ടാണെന്നും ബേബി അനാക്കൊണ്ടയെ അദ്ദേഹം എൻകൗണ്ടർ ചെയ്തതെന്നും അദ്ദേഹം പറയുന്നു.
ഈ സിറ്റിയിലെ ഒരു വലിയ റൗഡി സാമ്രാജ്യമാണ് അദ്ദേഹം ഇല്ലാതാക്കിയത്. സാർ നോക്കി നോക്കി ആ സൂപ്പർ സാർ, കൺഗ്രാറ്റുലേഷൻസ്. സാർ ഇത്രയും നാൾ ഒളിവിലായിരുന്നു, എന്നെ കൊണ്ട് എങ്ങനെയാ സാർ പിടിച്ചത്? അത് പോലീസിൽ ഒരുപാട് മോശം ഓഫീസേഴ്സ് ഉണ്ട്, അതിലേറ്റവും മോശം അല്ല മോശമല്ലാത്തത്. എങ്ങനെയാണ് സാർ ഈ ഗ്യാങ്ങിനെ ഒറ്റയ്ക്ക് നേരിടാൻ ധൈര്യം വന്നത്? അതെ, ധൈര്യം വരുന്നതും വരാത്തൊക്കെ ഒരു അവസ്ഥയല്ലേ. എപ്പോ ഒരു എങ്ങനെ വരുന്ന ആർക്കറിയാം. എങ്ങനെയോ വന്നു. 10 റൗഡികളെ കൊന്നളഞ്ഞ് സാറിന് ജീവനിൽ ഭയമില്ലേ? മോനെ, കാക്കിയിട്ട പോലീസുകാരന് ജീവന് പേടിയില്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സൂപ്പർ സാർ, കയ്യിന്ന് വിടറോ. റൗഡികളില്ലാത്ത ചെന്നൈയാണ് നിങ്ങളുടെ സ്വപ്നം സാർ? സ്വപ്നമല്ല, സാറിന്റെ ലക്ഷ്യം തന്നെ അതാ. പോരാട്ടത്തിൽ എത്ര പേരെ എൻകൗണ്ടർ ചെയ്തു? അത് 8 ഉണ്ടാവടോ. 10 പറഞ്ഞു. 10. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം സാർ. അയ്യോ, ഇനി എന്താ ചോദിക്കാൻ പോകുന്നാവോ? നിങ്ങൾ ചോദിച്ചോ. എൻകൗണ്ടർ ചെയ്തതിന്റെ ബോഡിയൊക്കെ എവിടെയാണ് അയ്യോ സാർ? അയ്യോ അയ്യോ അയ്യോ, നല്ല വേദന ഉണ്ട്. എന്തടോ മറുപടി പറയണ്ട. നിക്ക്, സമാധാനം ഉണ്ട്. സാർ ആകെ ക്ഷീണിതനാണ്. സാർ അടികൊണ്ട് അല്ല അടി കൊടുത്ത് ആകെ ക്ഷീണിതനാണ്. ഞാൻ കാണിച്ചു തരാം. അയ്യോ അയ്യോ, പിടിക്കണോ പിടിക്കണോ, പിടിച്ചിട്ട് പോടോ. എങ്ങനെയാ ചെയ്തത്? ഹലോ, ആരാ? സാർ ഞാൻ തിലകനായ. ആ പറയൂ സാറേ. സാർ പോലീസിന് എന്നെ അഭിമാനം ഉണ്ടാക്കുന്ന കാര്യം സാർ ചെയ്തിരിക്കുന്നത്. അതെ സാറേ, ഞാൻ എന്റെ ഡ്യൂട്ടി അല്ലേ ചെയ്തേ. താങ്ക് യു സാർ, താങ്ക് യു. ആരോടൊക്കെ? അഭിനന്ദനങ്ങൾ സാർ. ചിറ്റപ്പാ, പൊളിച്ച് ചിറ്റപ്പാ, ഇനിയെല്ലാം നമ്മുടെ കയ്യില. അഭിനന്ദനങ്ങൾ സാർ, എന്ത് വലിയ കാര്യം സാർ ചെയ്തേ. മിസ്റ്റർ സത്യമൂർത്തി. ആ സാറേ, പറയൂ സാറേ. നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനമാണ്. അയ്യോ, അന്യായമായിട്ട് എന്ത് നടന്നാലും അതിനെതിരെ തോക്കെടുക്കാൻ ഞാൻ തയ്യാറാണ് സാറേ. ആ അതെ സാറേ. സാർ സെക്രട്ടറി, വെക്കട്ടെ ഹോം സാറേ. സെക്രട്ടറി വിളിക്കുന്നത്. ഹോം സെക്രട്ടറി. ആ നമസ്കാരം, സത്യനാ സാറേ. കൺഗ്രാറ്റുലേഷൻ സത്യമൂർത്തി, താങ്ക് യു സാർ. നിങ്ങളെ കമ്മീഷണറായി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. കമ്മീഷണർ സാറേ, താങ്ക്സ് സാറേ. ഓർഡർ അയച്ചിട്ടുണ്ട്. താങ്ക് യു സാർ. കൺഗ്രാറ്റുലേഷൻസ്. ഐ വിൽ ഡു മൈ ഡ്യൂട്ടി സാർ. നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ. ഓക്കെ സാർ, ഓക്കെ സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ, താങ്ക് യു. കമ്മീഷണർ, ഞാൻ കമ്മീഷണർ. 31 seconds. സൂപ്പർ ക്യാച്ച് അങ്കിൾ. നിന്റെ ബോളിംഗ് അടിപൊളിയാടാ. എല്ലാം നിങ്ങളുടെ കോച്ചിങ് ആണ് അച്ഛാ. Stop the bitch and know I'm the creator of the monster. I'm Billy Bum. I'm the reader, make a winner, make a feeling like a monster. I'm Billy Bum. നമസ്കാരം സാറേ. വായസി സാർ. അയ്യോ, കമ്മീഷണർ അല്ലേ, മറന്നുപോയി. ഭയങ്കര വലിയ സംഭവങ്ങളാണല്ലോ സാർ ചെയ്തു കൂട്ടിയത്. ഡിപ്പാർട്ട്മെന്റിൽ എല്ലാരും നിങ്ങളെപ്പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. എന്താ കളിയാക്കാണ്? ഏ മിലിറ്ററി, ഈ മണുകുണാഞ്ചൻ എങ്ങനെയാ കമ്മീഷണറായ? ഏയ്, അന്ന് സ്റ്റേഷനിൽ വെച്ച് നിന്നെ തീ കൊളുത്തണ്ടതാ. ചെറുക്കം പോയടത്തേക്ക് നീയും പോണ്ട, മര്യാദക്ക് പോ. സാറേ പ്ലീസ് വിട്ടുകള സാറേ. താൻ തെറ്റിദ്ധരിച്ചാലേ എനിക്ക് ഒന്നുമില്ല. വന്നേ തന്നോടൊന്ന് പറയാനുണ്ട്. ചെല്ലെങ്കില് അങ്ങോട്ട് എന്തിനാ നോക്കുന്നത്? ഇങ്ങോട്ട് വാ. പറ സാറേ. അയ്യോ, വെറുതെ വിട് എന്ന് പറഞ്ഞ് ഇയാളെ കെഞ്ചണം. അതിനുവേണ്ടി ഇതൊക്കെ ചെയ്തേ. തന്റെ വേലയൊന്നും ഞങ്ങളുടെ അടുത്ത് നടക്കില്ല. ദാ, നീ ഇവിടെ വന്നത് ഞങ്ങൾ സ്കെച്ചിട്ടാ. ഞാൻ 7 വയസ്സിൽ വാളെടുത്തവനാ. എന്റെ ജീവിതം തന്നെ ഒരു യുദ്ധമാടാ.
ഓടാ ഈ ടി വി പെട്ടിക്കാരനെ വെച്ചാണോ എന്നെ പറ്റിക്കാൻ നോക്കിയേ? ഇവനെ കൊല്ലാൻ പോവാ. നീ കണ്ടോ? നല്ലോണം കണ്ടോ? അങ്കിൾ കണ്ടില്ലേ സ്നേഹം ഒട്ടുന്നുണ്ടല്ല. ആരാ നിങ്ങള്? വെറും പീറകള്. എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കൂടാ. എന്നെ നീക്ക് കുറെ ഓടിച്ചില്ലടാ. അയ്യോ എനിക്ക് ആരുമില്ലാതാക്കി കളഞ്ഞില്ലടാ. തിരുപ്പതി പോവാതെ എന്നെ തലമുട്ടടിച്ചില്ലടാ. എന്റെ മോനെ നിങ്ങൾ കൊന്നു കളഞ്ഞില്ലടാ. എന്റെ മോന്റെ മുഖം പോലും കാണിച്ചില്ലല്ലോടാ. നിന്നെയൊക്കെ എങ്ങനെ കൊന്നാലും എന്റെ ദേഷ്യം തീരില്ലടാ. ചാവടാ. വലിച്ചു കീറൂടാ ഞാൻ. നീ എന്താണോ ചെയ്തത് അങ്കിളെ? അവിടെ അടിച്ചാ ഇവിടെ വേദനിക്കോ? അങ്ങനെ വേദനിക്കാൻ വൈഫൈ കണക്ഷനാ. അങ്കിൾ എന്താടാ അവൻ ചോദിക്കുന്നേ? കുടിക്കാൻ വെള്ളം ചോദിച്ചതാ. കുടിക്കട്ടെ. കുടിച്ചു കഴിയുമ്പോ എനിക്ക് അവനെ കൊല്ലാനുള്ളതാ. പോടാ. തണ്ണിക്കൂടെ തണ്ണിക്കൂടെടാ. തണ്ണിക്കൂടെടാ. എടാ കളവാ നിറയെ കുടിക്കടാ. എന്താടാ നോക്കുന്നേ? കുടിക്കടാ. നക്കി നക്കി കുടിക്കടാ. അതല്ല പാത്രത്തിൽ തരുന്നേ. നാക്ക് വെച്ച് ഇങ്ങനെ കുടിക്കടാ. അവനെ പിടിക്കടാ. ഷൂട്ട് അങ്കിൾ. അവന് വിടരുത് നാറീന്. പ്രധാന വാർത്തകൾ. അസിസ്റ്റന്റ് കമ്മീഷണർ സത്യമൂർത്തിയുടെ വീരധീര സംഭവം. എന്താടാ പറഞ്ഞേ? 7 വയസ്സ് ഈ വാളെടുത്തോനാന്നോ? ഞാൻ 6 വയസ്സ് 7 പേരെ ചുട്ടു വന്നോണാണ്. എന്തിനാന്നറിയോ നിനക്ക്? എന്റെ അച്ഛനെ കൊന്നേന്. എല്ലാരും ഞാൻ മിലിറ്ററിക്കാരനാന്നാ വിചാരിച്ചിരിക്കുന്നത്. ഗുണ്ടയാടാ, കില്ലാടിയാടാ, ക്രിമിനലാടാ, തൊട്ടക്കത്തണ തീയാടാ ഞാൻ. അഹങ്കാരം പിടിച്ച തമിഴനാടാ ഞാൻ. അങ്ങനെയാടാ എല്ലാവരും ക്യാമ്പിൽ എന്നെ പറയുന്നേ. വാടാ. നീ എന്താ പറഞ്ഞേ? തൊട്ടാക്കത്തുന്ന തീയാന്നാ? തൊടറാ. ഒന്ന് തൊട്ട് നോക്കടാ. കത്തൊന്ന് നോക്കട്ടാ. തൊടറാ. കത്തിയില്ലടാ. ഇപ്പോ കത്തിയില്ലടാ. ഒരു മുടി പോലും ഇല്ലാത്ത ഈ മുട്ടത്തലയില് ഇത്രയ്ക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഇവിടെ എത്ര മാത്രം ഉണ്ടാവും.
നീ ചത്തടാ. അയ്യോ, ഞാൻ എല്ലാം പറയാം, എന്നെ വിട്. എന്താടാ താഴെ വീഴുന്ന പോലെ അഭിനയിക്കുന്ന? ഞാൻ എത്ര ക്യാപ്റ്റനും കമാൻഡോസിനും ഒക്കെ ട്രെയിനിങ് കൊടുത്തോന്നാന്ന് അറിയോ നിനക്ക്? മിലിറ്ററിയില് എന്റെ അടുത്ത് അഭിനയിക്കുന്ന നിന്റെ മകൻ മരിച്ചപ്പോ നീ എത്ര വിഷമിക്കുന്നു? പാണ്ഡ്യന്റെ ജീവന്റെ ജീവനായിരുന്നടാ. കൊഞ്ചി വളർത്തിയതാടാ. ആ സ്നേഹത്തെ ഇല്ലാതാക്കിയില്ലടാ. അപ്പൊ എനിക്കെത്ര വേദനിക്കണം, എനിക്കെത്ര വേദനിക്കടാ. ശക്തനായി മീശ മുറുക്കിയോ, എതിർത്താൽ നിനക്ക് രക്തദാഹമോ, വീരന്മാർക്ക് ശക്തി നേടുമോ, ഒന്ന് തെറ്റിയാൽ ഭസ്മമാകുമോ? തൊട്ടാൽ നാശം നീ, തൊട്ടാൽ നാശം നീ, തൊട്ടാൽ നാശം നീ, തൊട്ടാൽ നാശം. നീ തൊട്ടാൽ നാശം, നീ തൊട്ടാൽ നാശം, നീ തൊട്ടാൽ നാശം, നീ തൊട്ടാൽ നാശം. ആരും കാണാതൊരു ഗ്യാങ്ങിനെ മൊത്തം കൊന്നിട്ട് ഇവിടെ വന്ന് ക്രിക്കറ്റ് കളിക്കുകയാണല്ലേ? എന്റെ 32 വർഷത്തെ സർവീസിനിടയിൽ തന്നെ പോലൊരു ക്രിമിനലിനെ ഞാൻ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. ചെയ്യേണ്ടതെല്ലാം താൻ ചെയ്തിട്ട് എനിക്ക് പ്രമോഷനും മേടിപ്പിച്ചു തന്നിട്ട് എന്നെ വെറും ആസാക്കിയില്ലേ താൻ? ഞാൻ എസ് ആയാലും നീ കമ്മീഷണറായില്ലേ? പോയിക്കോ, പോയി മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ നോക്ക്. അത് ഞാൻ നോക്കിക്കോളാം. ഇത്രയും നാൾ എന്നെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന റിമോട്ടില്ലേ, മര്യാദയ്ക്ക് ആ സെൽഫോൺ എൻ്റെ കയ്യിലേക്ക് താ. വടി കയ്യിലുണ്ടെങ്കിലേ കുരങ്ങ് കളിക്കൂ. ആ വടി നിന്റെ തരാൻ ഞാൻ പൊട്ടനൊന്നുമല്ല. ജീവിക്കാൻ വേണ്ടി ക്രിമിനലാവുന്നവനെ കണ്ടിട്ടുണ്ട്. പക്ഷെ നീ ജനിച്ചപ്പോഴേ ക്രിമിനലാ. ഇതെന്റെ തന്നെ ഇരിക്കട്ടെ. കാരണവരെ ഞാനിപ്പോ കമ്മീഷണറാ. എന്റെ നോട്ടത്തെ എപ്പോഴും നീ ക്രിമിനലാണ്. കളിക്കല്ലേ. ഞാൻ വിചാരിച്ച നാളെ രാവിലേക്ക് താനും തൻ്റെ തെളിവും പിന്നെ കൂടെയുള്ളവരും ഒന്നുമില്ലാതെ നശിപ്പിച്ചു കളയും. നാളെ കാലത്ത് നിനക്ക് ജീവനുണ്ടോന്ന് നോക്ക്. വെറുതെ ഇനി ഒരു ബുള്ളറ്റ് ചെലവാക്കല്ലേ. അപ്പൊ താൻ ഗെയിം അവസാനിപ്പിക്കില്ല? ഗെയിം കഴിഞ്ഞ പിന്നെ ഇൻട്രസ്റ്റിംഗ് അല്ല.